അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിൻ്റെ വീട്ടിൽ നീ ഒന്നും കൊണ്ടുവന്നില്ല എന്നോർത്തുകൊണ്ട് നീ വിഷമിക്കേണ്ട, എൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊന്നും എടുക്കുന്നില്ല. നമുക്കൊരു പ്ലേറ്റോ ഗ്ലാസ്സോ വേണമെങ്കിൽ കർത്താവ് തന്നോളൂ, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ കർത്താവിന് നമ്മളെ നോക്കാൻ സൗകര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നതിന്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഇനി കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങി വന്നിട്ട് പൈസ ഉണ്ടാക്കിയെന്ന് ആരും പറയാനും പാടില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്നൊന്നും കൊണ്ടിരുന്നില്ല, അധ്വാനിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല, എല്ലാം സുവിശേഷകളുടെ പണമായതുകൊണ്ട് മരിക്കുമ്പോഴും എൻ്റെ കയ്യിൽ ബാലൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, ഡിപ്പോസിറ്റ് ഉണ്ടാകാൻ പാടില്ല. എൻ്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ട് ഒരു സ്ഥലം, പ്രോപ്പർട്ടി, അസറ്റ് എൻ്റെ പേരിലോ, ഞാൻ ഭാഗമായിരിക്കുന്ന ഒരു ട്രസ്റ്റിൻ്റെ പേരിലോ, എൻ്റെ ഭാര്യയുടെ പേരിലോ, ഞാൻ നിമിത്തം എൻ്റെ മകൻ്റെ പേരിലോ ഉണ്ടാകാൻ പാടില്ല. കർത്താവെ അതിനെന്നെ സഹായിക്കണമെന്നാണ് ഞാൻ അന്ന് പ്രാർത്ഥിച്ചത്. എന്നോട് എപ്പോഴും കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഷോർട്ട് പീരീഡേ ഉള്ളൂ. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് 2-3 വർഷം കാണുമായിരിക്കും എന്നാൽ ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നത് 2-3 വർഷം കാണുമായിരിക്കും. ഞാൻ 2018 മുതൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്ന് ചേരുന്നത് ഈ മരണം എന്ന വാതിൽ കടന്നിട്ടാണ്, ആ നദി നീന്തിയിട്ടാണ്. അപ്പോൾ ശരിക്കും മരണം ഒരു നദി, മരണ നദി എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് നീന്തി അക്കരെ എന്താ ഉള്ളത്? അക്കരെ കർത്താവാണുള്ളത്. അപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് ചേരുവാനുള്ള ഒരു വഴിയാണ് ഈ മരണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. പാപത്തിൻ്റെ ശിക്ഷയായിട്ടല്ല നമ്മൾ മരിക്കുന്നത്, എന്നാൽ ബാലശിക്ഷയായിട്ടൊരു പക്ഷേ മരണം വന്നേക്കാം. ലോകത്തോടൊപ്പം ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ ദൈവം ഒരുപക്ഷെ നമ്മളെ മരിക്കാൻ അനുവദിച്ചേക്കാമെന്ന് 1 കൊരിന്ത്യർ ലേഖനം 11:30 ആസ്പദമാക്കി നമ്മൾ വായിച്ചു. അതുപോലെ ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകമായതിനാൽ ഈ ലോകത്തിൽ ജീവിക്കുന്നതിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ് മരണം എന്ന് നമ്മൾ വായിച്ചു. അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ പൂർത്തീകരണമാണ് മരണം. ആ വിശുദ്ധീകരണം സംഭവിക്കുമ്പോഴാണ് നമ്മൾ മരിക്കുന്നത്. ആ പൂർത്തീകരണത്തിലാണ് ശരീരത്തെ നമ്മൾ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ആ വിശുദ്ധീകരണം, കർത്താവിൻ്റെ സ്വഭാവം നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൻ്റെ ഉദ്ദേശം. നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷം അപ്പോൾ തന്നെ സ്വർഗത്തിൽ പോകാതെ കുറേ നാൾ ഇവിടെ ശേഷിക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ ആ സമയത്ത് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനമുള്ളവരായി വളർന്നു വരാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സമയം നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ ഞാൻ വേഗം മരണത്തിൻ്റെ തിയറി ഓഫ് ഡെത്ത് അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ഡെത്ത്, എന്താണ് മരണം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ മരിക്കുന്ന സമയത്ത് ശരിക്കും സംഭവിക്കുന്നത് നമ്മൾ കർത്താവുമായിട്ടുള്ള നമ്മുടെ യൂണിയൻ കംപ്ലീറ്റ് ആവുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരിക്കും ഏറ്റവും പ്രധാന ശത്രു, എബ്രായ ലേഖനം 2:15 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ജീവപര്യന്തം മരണത്തിന് അടിമകളായിരുന്നവരെ അവൻ വിടുവിച്ചു എന്നാണ്. അപ്പോൾ മരണഭയം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ വിശുദ്ധീകരണത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മരണം എന്തുകൊണ്ടാണ് നമ്മൾ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രാണഭയവും മരണഭയവും രണ്ടാം ഞാൻ ഇന്നലെ പറഞ്ഞു. പ്രാണഭയം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഇല്ലാതായി പോകുമല്ലോ എന്നുള്ള ആ ഒരു ആവലാതിയാണ് പ്രാണഭയം. എന്നാൽ മരണഭയം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ലോങ് നമ്മളെ നടത്തുന്ന ഒരു പ്രിൻസിപ്പിളാണ്, ഒരു തത്വമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ദൈവത്തിന് മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമെന്നും നമ്മുടെ പാപങ്ങൾ ഒത്തിരി ബാക്കിയുണ്ടെന്നും നമ്മുടെ ജീവിതത്തിലൊന്നും ആ പെർഫെക്ഷൻ ഉണ്ടായിട്ടില്ലെന്നും അങ്ങനെയുള്ളൊരു ഭയം നമ്മുടെ ഉള്ളിൽ ഒരു പക്ഷെ ഉണ്ടാകാം. ആ മരണഭയത്തിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ദൈവവുമായി നമുക്ക് സമാധാനമില്ലാത്തതാണ്. പ്രാണഭയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ മരണഭയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതികളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഈ ജീവിത രീതി കാരണം നമുക്ക് ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാനുള്ള പ്രാഗൽഭ്യമില്ല എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുന്ന ശബ്ദമാണ് നമ്മളെ ശരിക്കും മരണഭയത്തിൽ എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 15:26 നമ്മൾ ഇന്നലെ കണ്ടതുപോലെ 1 കൊരിന്ത്യർ ലേഖനം 15:26 പറയുന്നത് ദൈവം അൾട്ടിമേറ്റ്ലി ഈ മരണം എന്ന ശത്രുവിനെ തകർത്ത് കളയും എന്നാണ്. ലാസ്റ്റ് എനിമി, അവസാനത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകും എന്ന് നമുക്ക് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ യേശുക്രിസ്തുവിനോട് ചേരുവാൻ ഈ കഷ്ടവും മരണവും നമുക്ക് കാരണമായി തീരും എന്ന് നമുക്ക് ഇനി അടുത്ത കാര്യമായിട്ട് ഞാൻ പ്രധാനമായിട്ടും പറയുന്നതാണ്. നമ്മുടെ മരണത്തിലാണ് നമ്മൾ കർത്താവിനോടുകൂടെ പൂർണ്ണമായും ചേരുന്നത്. ഓക്കെ, റോമാലേഖനം 8:17 പറയുന്നത് അവനോട് കൂടെ കഷ്ടം അനുഭവിക്കുകയാണെങ്കിൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. അതായത് അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് നാം അവനോട് കൂടെ കഷ്ടം അനുഭവിക്കുക. ഓക്കെ, അപ്പോൾ ക്രിസ്തുവിൻ്റെ സഫറിങ് റിജോയ്സ്. അപ്പോൾ ദൈവത്തിൻ്റെ നമുക്ക് 1 പത്രോസ് 4:13 വായിച്ചു നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ കഷ്ടതയിൽ നിങ്ങൾ പങ്കാളികളാകുന്തോറും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, കാരണം അവൻ്റെ മഹത്വം നമുക്ക് ലഭിക്കുവാൻ സമയമായി എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മഹത്വം, അതാണ് സ്തെഫാനോസിനെ മരണസമയത്ത്
കർത്താവുമായിട്ട് യുണൈറ്റ് ചെയ്യുന്നത് സ്തെഫാനോസ് നോക്കുമ്പം സ്വർഗത്തിൽ കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നത് അവൻ കാണുന്നു. ഓക്കെ, അപ്പോൾ ഈ സഫറിങ്ങും മരണവും എല്ലാം കർത്താവുമായിട്ടാണ് നമ്മളെ ചേർക്കുന്നത്. അവൻ്റെ കഷ്ടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും പങ്കാളിത്തമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? യേശുവിനോട് ചേരണമെങ്കിൽ ഗലീലയിൽ പോയി ചേർന്നാൽ പോരാ, ഗന്നേസരത്ത് തടാകത്തിൻ്റെ അടുത്ത് ചെന്നാൽ പോരാ, ക്രൂശിൽ തന്നെ ചെല്ലണം. വേറൊരു വഴിയിലും കർത്താവുമായിട്ട് ചേരാൻ നമുക്ക് വഴിയില്ല. ആ ക്രൂശിലെ മരണത്തിൽ മാത്രമേ അവനോട് പങ്കാളിത്തം നമുക്കുള്ളൂ. അതായത് ഗലീലയിൽ വെച്ച് നിങ്ങൾ എത്ര അത്ഭുതങ്ങൾ കണ്ടാലും, ഓക്കെ, കപ്പർനഹൂമിൽ വെച്ച് എത്ര അത്ഭുതങ്ങൾ കണ്ടാലും, നമ്മുടെ എത്ര വലിയ രോഗങ്ങൾ സൗഖ്യമായാലും, നമുക്ക് എത്ര വലിയ വാഗ്ദത്തങ്ങൾ ലഭിച്ചാലും, 5 അപ്പം കൊണ്ട് 5000 പേർ തിന്ന് ശേഷിപ്പിച്ചാലും നിങ്ങൾ ക്രിസ്തുവിനോട് ചേരുകയില്ല. കാരണം ക്രൂശ് വരുമ്പോഴേക്കും ഇവരെല്ലാം ഓടിപ്പോകും. അപ്പോൾ യേശു ക്രിസ്തുവിനോട് ചേരണമെങ്കിൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നാം അറിയുന്നില്ലയോ? അപ്പോൾ ശരിക്കും യേശുവിൻ്റെ മരണത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവനോട് ചേരുന്നത്. ഇവിടെ നമ്മൾ ഈ ലോകത്തിലെ പഴയ മനുഷ്യൻ്റെ മരണത്തോടെ നമ്മൾ ആധ്യാത്മികമായി കർത്താവിനോട് ഒരു മിസ്റ്റിക്കൽ യൂണിയനായിട്ട് കർത്താവിനോട് ചേരുന്നുണ്ടെങ്കിലും നമ്മൾ റിയലി യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്ന് ചേരുന്നത് ഈ മരണം എന്ന വാതിൽ കടന്നിട്ടാണ്, ആ നദി നീന്തിയിട്ടാണ്. അപ്പോൾ ശരിക്കും മരണം ഒരു നദി, മരണ നദി എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് നീന്തി അക്കരെ എന്താ ഉള്ളത്? അക്കരെ കർത്താവാണുള്ളത്. അപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് ചേരുവാനുള്ള ഒരു വഴിയാണ് ഈ മരണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തത് മരണത്തിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മരണത്തിന് നമ്മളെ അനുസരണത്തിന് വാല്യൂ ഉണ്ടാക്കാൻ കഴിയും. ഉദാഹരണത്തിന്, അനുസരണമാണോ ജീവനാണോ വലുത് എന്നുള്ളൊരു ചോദ്യം മരണമില്ലെങ്കിൽ ഉണ്ടാകുന്നില്ല. മനസ്സിലായില്ല? ഒന്നുകൂടെ വിശദീകരിക്കാം. ഇപ്പം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞങ്ങളുടെ ചർച്ചിൽ ഒരു കുടുംബം ഒരു വളരെ ദുർഘടമായൊരു സ്ഥലത്തേക്ക് സുവിശേഷം പറയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കർത്താവ് അവരോട് പോകാൻ പറയുന്നു. അവരുടെ മുമ്പിൽ എന്തുണ്ട്? ജീവനും മരണവും ഉണ്ട്, അല്ലേ? അപ്പോൾ അവരെന്താ തിരഞ്ഞെടുക്കുന്നത്? മരിക്കുകയാണെങ്കിൽ മരിക്കാം, കർത്താവിനെ അനുസരിക്കണമെന്ന് തിരഞ്ഞെടുക്കുന്നത്, അല്ലേ? അപ്പം മരണം എന്നൊരു വിഷയം അവിടെ ഇല്ലെങ്കിലോ ഈ തെരഞ്ഞെടുപ്പിന് എന്തെങ്കിലും വലിയ പ്രത്യേകത വല്ലതും ഉണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പം അനുസരണത്തിന് വാല്യൂ കൊടുക്കുന്നത് എന്തോ? മരണം ഇപ്പോഴും ഉണ്ടെന്നുള്ളതാ, അല്ലേ? ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം അമേരിക്കയിൽ പോകുമ്പം അല്ലെങ്കിൽ മരിക്കാൻ വേണ്ടിയല്ല പോകുന്നത്. എന്തിനു വേണ്ടിയാണ് പോകുന്നത്? ജീവിക്കാൻ വേണ്ടിയാണ് പോകുന്നത്, അല്ലേ? ജീവിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഗൾഫിൽ അമേരിക്കയിലൊക്കെ പോകുന്നത്. പക്ഷെ ഈ രാജ്യത്തേക്ക് ഇവർ പോകുന്നത് എന്ത് സാധ്യത വെച്ചോണ്ടാ? മരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പോകാം കേട്ടോ. 15 ദിവസത്തേക്ക് വേണേൽ പോകാം, 1 മാസത്തേക്ക് വേണേൽ പോകാം, ലോങ് ടൈം വേണമെങ്കിലും പോകാം. പക്ഷെ ഒരു കാര്യമുള്ളൂ, തിരിച്ചു വരുമെന്നുള്ള ഗ്യാരണ്ടി ഒന്നുമില്ല. നിങ്ങൾ പോകാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്യാൻ പറ്റും, പക്ഷെ തിരിച്ച് വരുമെന്നുള്ള ഗ്യാരണ്ടി ഇല്ല. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് അതിനുള്ള വഴി ഒപ്പിക്കാം. പക്ഷെ തിരിച്ചു വരുമോ ഇല്ലോ എന്നോട് ചോദിക്കരുത്. മരണഭയം ഉണ്ടോ എന്ന് പരിശോധിച്ചതാ, ഞാൻ ചുമ്മാ പറഞ്ഞല്ല കേട്ടോ. എൻ്റെ വൈഫിൻ്റെ അനിയത്തി പോയി 1 മാസം തിരിച്ചു വന്നു. വരാതിരിക്കാമായിരുന്നു. സത്യത്തിൽ അങ്ങനെ റിസ്കി ആയിട്ട് മരണം. അപ്പോൾ ആ അനുസരണത്തിന് എന്തുണ്ട്? ഒരു വാല്യൂ ഉണ്ട്. ഉണ്ടോ? ശരിയാണോ? ആ മരണം എന്നുള്ളൊരു സാധ്യത അവിടെ ഇല്ലെങ്കിലോ നമ്മളെല്ലാം ഇറങ്ങിപ്പോയനെ. അപ്പം ശരിക്കും അനുസരണം ഉണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ എന്ത് വേണം? ആ മരണത്തിൻ്റെ സാധ്യത അവിടെ വേണം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ മരണം എന്ന് പറയുന്നത് നമ്മുടെ അനുസരണത്തെ ശുദ്ധീകരിക്കുന്നുണ്ട്, അല്ലേ? നിങ്ങളെല്ലാവരും ഒന്ന് ഉസ്ബെക്കിസ്ഥാൻ വരെ അല്ലെങ്കിൽ സിറിയ വരെ, അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ ബോംബ് വീഴുന്നത്. ഇപ്പം സിറിയ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് മരണം എന്ന് പറഞ്ഞൊരു പ്രശ്നമില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പോകാൻ സന്തോഷമുള്ളൂ. പക്ഷെ ശരിക്കും നമ്മൾ അനുസരിക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? ഈ മരണം എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഇങ്ങനെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കണം. അപ്പോഴാണ് അനുസരണം ശരിയാണോ നമ്മൾ പരിശോധിക്കുന്നത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? അപ്പോൾ മരണം എന്നൊരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ അനുസരിക്കുന്നവരെ വേർതിരിക്കാൻ പറ്റുന്നത്. സമ്മതിച്ചോ? അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അവിടെ ഒരു അനുസരണമുണ്ട്. കാരണം മരണത്തിൻ്റെ മുമ്പിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ വാ എൻ്റെ കൂടെ മരിക്കുക എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ വിളി കേൾക്കണമെങ്കിൽ നമ്മൾ മരണം ഈ ഭൂമിയിൽ നിന്ന് ഇപ്പോഴെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മളെ അനുസരണത്താൽ വിശുദ്ധീകരിക്കാൻ പറ്റിയല്ല.
അപ്പോൾ മരണം എന്നൊരു പോസിബിലിറ്റി അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അനുസരണം തികഞ്ഞു വരുന്നുള്ളൂ, വിശ്വാസത്തിന് സ്ഥിരത ഉണ്ടാകുന്നുള്ളൂ, നമ്മൾ നിത്യതയിലേക്ക് നോക്കാൻ പഠിക്കുന്നുള്ളൂ. ആ മരണം എന്നതിനെ എടുത്തു മാറ്റി കഴിഞ്ഞാൽ നമ്മളെ നന്നാക്കാൻ അനുസരിപ്പിക്കാനും ഒന്നും സാധിക്കുകയില്ല. നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുകയുള്ളൂ. മനസ്സിലായി ഞാൻ പറഞ്ഞത്? മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? ഇത് മനസ്സിലാകാൻ നമ്മുടെ തല വർക്ക് ചെയ്യും, ഈ ഹൃദയം വർക്ക് ചെയ്താലേ അത് ശരിക്കും മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം കർത്താവ് പറയുന്ന ഒരു കാര്യത്തിനകത്ത് റിസ്ക് ഉണ്ട്, പക്ഷെ നമ്മളതിനെ അതിജീവിക്കുവാണ്. ചിലപ്പം എന്നെ തല്ലിക്കൊല്ലാം, സാരമില്ല, ഞാൻ അതിനെ അതിജീവിക്കുകയാണ്. കാരണം കർത്താവ് എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ ചെയ്യുവാണ്, മരിച്ചാലും സാരമില്ല. അവിടെയാണ് എന്ത് വരുന്നത്? ഒബീഡിയൻസ് വരുന്നത്. അവിടെയാണ് അനുസരണം മരണത്താലാണ് പെർഫെക്റ്റ് ആക്കപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ മരണത്താലാണ് ക്രിസ്തുവിൻ്റെ അനുസരണം പെർഫെക്റ്റ് ആക്കിയത്. അതുകൊണ്ടാണ് പറയുന്നത് അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. സോ ഒബീഡിയൻസ് ഹാസ് ടു ബി ടെസ്റ്റഡ് ബൈ ദ ക്വസ്റ്റ്യൻ ഓഫ് ഡെത്ത് ഓർ ദ പോസിബിലിറ്റി ഓഫ് ഡെത്ത്. ഓക്കെ, അപ്പോൾ നമ്മളെ വിശുദ്ധീകരിക്കുന്നതിൽ ഈ മരണത്തിന് വലിയ പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോസ്തല പ്രവൃത്തികൾ 21 അധ്യായത്തിന്റെ 13 വാക്യം നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 21:13. ആ ആ ആ യെരുശലേമിൽ മരിക്കുവാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. 20:24 ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. അപ്പൊ ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? ഈ അഗബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വന്നിട്ട് പൗലോസിനെ പിടിച്ചോണ്ട് പോകുമെന്നും ഈ ഉത്തിര്യത്തിന്റെ ഉടമേനെ അവർ ബന്ധിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പം പൗലോസ് എന്താ പറഞ്ഞത്? അഗബോസ് അയ്യോ പ്രവാചകൻ പറഞ്ഞതാണ്, അപകടമാണ്, പോകുന്നില്ല എന്നല്ല പറഞ്ഞത്. പൗലോസ് എന്താ പറഞ്ഞത്? എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല, മരിക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? അഗബോസ് ശരിക്കും പോകരുതെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ പൗലോസ് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന അഗബോസ് അല്ല, ആത്മാവാണ് തീരുമാനിക്കുന്നത്. അത് പൗലോസിനോട് കർത്താവ് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അഗബോസ് പറയാണ് അവിടെ ചെല്ലുമ്പോൾ മരിക്കും. അപ്പോൾ പൗലോസിന്റെ ഒബീഡിയൻസിനകത്ത് എന്തുണ്ട്? ഒരു വിശുദ്ധീകരണമുണ്ട്. എന്താ വിശുദ്ധീകരണം? മരിക്കാൻ എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. മരണഭയത്തെ പൗലോസ് തോൽപ്പിച്ചിട്ടാണ് എങ്ങോട്ട് പോകുന്നത്. അപ്പൊ പ്രവചനം എന്തിനു വേണ്ടിയായിരുന്നു? പ്രവചനം എന്തിനു വേണ്ടിയായിരുന്നു? പൗലോസിന്റെ അനുസരണത്തെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ പൗലോസ് മരിക്കൂല, ധൈര്യമായിട്ട് പൊക്കോന്ന് പറയുവാണെങ്കിൽ പോകുന്നതും മരിക്കും ഉറപ്പായിട്ട് നിന്നെ പിടിച്ചോണ്ട് പോകുന്ന ഒരു പ്രൊഫസിയുടെ നടുവിൽ പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. അപ്പൊ മരണം എന്നൊരു പോസിബിലിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ അനുസരണം ഒരിക്കലും ക്ലിയർ ആക്കപ്പെടുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അനേകം എക്സാമ്പിൾസ് നമുക്ക് വേദപുസ്തകത്തിലുണ്ട്. വെളിപ്പാട് പുസ്തകം 2:10 പറയുന്നു, മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക എന്നാൽ നിങ്ങൾ ജീവകിരീടം പ്രാപിക്കും. അപ്പം മരണപര്യന്തമുള്ള വിശ്വസ്തതയാണ്. ഞാൻ ഇന്നലെ നീതിയുടെ കാര്യം നിങ്ങളോട് പറഞ്ഞെന്നറിയില്ല. യേശുക്രിസ്തുവിന്റെ നീതി എന്ന് പറയുന്നത് മരണം വരെയാണ്. സ്നേഹം മരണം വരെ, അനുസരണം മരണം വരെ, സന്തോഷം മരണം വരെ. നമ്മൾ ഈ 9 ആത്മിക ഫലങ്ങൾ, ആത്മാവിന്റെ ഫലം നമ്മൾ പലപ്പോഴും ഏറ്റു പറയാറുണ്ടെങ്കിലും അതൊക്കെ മരണം വരെയാന്ന് നമുക്കറിയത്തില്ല. കർത്താവിൻ്റെ കാര്യത്തിൽ അതെല്ലാം മരണം കൊണ്ടാണ് തെളിയിക്കപ്പെട്ടത്. അവൻ മരണം വരെയും സന്തോഷവാനായിരുന്നു, അവൻ മരണം വരെയും സ്നേഹമായിരുന്നു. ആ എല്ലാ ക്വാളിറ്റീസും കർത്താവ് മരണം വരെയാണ് വലിച്ചു നീട്ടിയത്. ആ ഹി സ്ട്രെച്ച്ഡ് ദ ലിമിറ്റ് ഓഫ് റൈച്ചസ്നെസ് അൺടിൽ ഡെത്ത്. നമ്മൾ എന്തുമാത്രം സ്നേഹിക്കണം? മരണം വരെ. അപ്പൊ പുതിയ നിയമം എന്ന് പറയുന്നത് എന്തുവാ? ഒരാളെന്നെ തല്ലിക്കൊല്ലുന്നവരെ ഞാൻ സ്നേഹിക്കണം. ഞാൻ അവനെ എന്തുമാത്രം സ്നേഹിച്ചതെന്ന് അറിയാമോ? എന്നാൽ അവൻ എനിക്കിട്ട് പാര വെച്ച് ഇനി ഞാൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല. നിങ്ങൾ മരിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചേ പറ്റുള്ളൂ. അല്ലേ നിങ്ങൾ മരിക്കണം. ഒരു കരുണയുടെ സ്വിച്ച് അല്ലെങ്കിൽ സ്നേഹത്തിന്റെ സ്വിച്ച് ഓണായി കിടന്നാൽ അത് ഓണായി കിടക്കണം, അത് ഓഫ് ചെയ്യാൻ പറ്റരുത്. ഫെവിക്കിക്ക് വെച്ച് ഒട്ടിച്ചു വെക്കണം. ഏതാ? അപ്പൊ എൻ്റെ ക്ഷമയുടെ സ്വിച്ച് ഓഫ് ആവുന്നില്ല. അപ്പൊ അയാൾ ഇത്രയും കാണിച്ചിട്ടും ഇല്ല, എൻ്റെ ക്ഷമയുടെ സ്വിച്ച് ഓഫ് ആവുന്നില്ല. കാരണം ഞാനല്ല ജീവിക്കുന്ന ആരാ? ക്രിസ്തുവാ. അപ്പൊ മരണം എന്ന് വന്നാൽ മാത്രമേ, മരണം കൊണ്ട് മാത്രമേ നമ്മുടെ നീതിയെ അഴിക്കാൻ പറ്റുള്ളൂ. അതാണ് കർത്താവ് നമുക്ക് തരുന്ന ജീവൻ. അത് മരണഭയത്തെ നമുക്ക് എടുത്തു കളയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം ചിന്തിക്കാം. യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ കിടന്ന കള്ളൻ എങ്ങനെയാണ് മരണത്തെ ഭയപ്പെടാതിരുന്നത്? മറ്റേ കള്ളൻ പേടിച്ചു പോയി, എല്ലാവരും പേടിച്ചു. പക്ഷെ ഒരു കള്ളൻ, അവൻ ആദ്യം മത്തായിയുടെ സുവിശേഷം വായിക്കുന്ന സമയത്ത് അവൻ കർത്താവിനെ ദുഷിച്ചുകൊണ്ടിരുന്ന കള്ളനായിരുന്നു.
എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം വന്നപ്പോഴേക്കും അവൻ മാനസാന്തരപ്പെട്ടു. ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാനസാന്തരപ്പെടുകയും അതിഭയങ്കരമായ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുകയും ചെയ്തയാളാണ് ആ കള്ളൻ. ആ കള്ളൻ ശരിക്കും മരണഭയം എടുത്തു കളഞ്ഞു. പുള്ളിയുടെ ഉള്ളിൽ നിന്ന് മരണഭയം ഇല്ലായിരുന്നു. പുള്ളി പറഞ്ഞു, ഞാൻ മരണയോഗ്യനാണ്, ഞാൻ മരിച്ചോളാം. കർത്താവിൻ്റെ വേണേ ചോദിക്കാറ്, ഞാനാണ് ചോദിച്ചേനെ, കർത്താവെ എന്നെ ഒന്ന് ഇറക്കി വിടണേ, ഞാൻ ഈ യെരുശലേമിലൂടെ എല്ലാം നിന്റെ ട്രാക്കുമായിട്ട് നടന്നോളാം, ഇനി ഞാൻ ഒരിക്കലും ഒരു വൃത്തികേടും കാണിക്കില്ല, ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചോളാം, എൻ്റെ പ്രാണനെ ഒന്ന് ഇറക്കി തന്ന അവസാനത്തെ അടയാളമായിട്ട് നീ ഒന്ന് ചെയ്തു, നീ വന്നിട്ട് മരിച്ചാലും കുഴപ്പമില്ല, എൻ്റെ കാര്യം ഒന്ന് രക്ഷപ്പെടുത്തിയിട്ട് പോകും, എത്ര അത്ഭുതം നീ ചെയ്തതാ എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഈ മനുഷ്യൻ എന്താ പറയുന്നറിയോ, ഞാൻ മരിക്കാൻ യോഗ്യനാ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പം എന്നെ ഓർത്താൽ മതി. 3 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല കർത്താവ് രാജത്വം പ്രാപിച്ചു വരുമെന്ന്. ഒരു സുവിശേഷം കേൾക്കാതെ ഈ 3 മണിക്കൂർ സൈഡിൽ കിടന്ന കള്ളം പറയാണ്, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്താൽ മതി, അതുകൊണ്ട് എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല, കാരണം എന്നെ ക്രൂശിൽ നിന്ന് ഇറക്കി വിട്ടാലും ഞാൻ പിന്നെയും പാപിയായിട്ട് ജീവിക്കുള്ളൂ, നിന്റെ കൂടെ മരിക്കുന്നതാണ് എനിക്ക് ലാഭം, നിന്റെ കൂടെ മരിച്ചു കഴിഞ്ഞാൽ നീ രാജത്വം പ്രാപിച്ചു വരുമ്പം എനിക്കും വരാൻ പറ്റും, അപ്പോൾ അങ്ങനെ മാത്രം എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, നീ എന്നെ വെറുതെ വിട്ടാലും ഞാൻ പിന്നെയും ഈ ജെറുസലേമിലൂടെ നടന്ന് പിന്നെ ഇതേ സ്വഭാവം കാണിക്കും, കാരണം എൻ്റെ സ്വഭാവം ഇത് തന്നെയാണ്, അത് മാറ്റാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഏറ്റവും നല്ല വഴി എന്താ, കർത്താവിൻ്റെ കൂടെ മരിക്കുക. അപ്പോൾ അവൻ്റെ ആ അനുസരണവും സ്നേഹവും എന്തിനാൽ തെളിയിക്കപ്പെട്ടു, മരിക്കാനുള്ളവൻ്റെ തയ്യാറെടുപ്പിനാലാണ് തെളിയിക്കപ്പെട്ടത്. ഇപ്പോൾ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് മരണഭയത്തെ തോൽപ്പിക്കുന്ന വിശ്വാസമാണ്. എവിടെയെങ്കിലും ഒരു ശവപ്പെട്ടി കണ്ടു എന്ന് പ്രവാചകൻ പറയുമ്പോഴേക്കും അയ്യോ എൻ്റെ ശവപ്പെട്ടി എടുത്ത് മാറ്റണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുമല്ല, കർത്താവിൻ്റെ അടുത്ത് പോകാനുള്ള വണ്ടി വന്നു സ്തോത്രം എന്ന് പറയാ വേണ്ടത്. അപ്പോൾ പിന്നെ പ്രവാചകന്മാർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റിയില്ല. നമ്മൾ പേടിച്ചു പോയാൽ അവർ പറയും 3 ദിവസം ഉപവാസപ്രാർത്ഥന വിടുതൽ എടുക്കണം എന്ന് പറയും. നമ്മൾ ഉപവാസപ്രാർത്ഥന വിടുതൽ എന്ന് പറയാൻ നേരെ ഇവിടെ നിന്ന് പോകുന്നതാണ് ശരിക്കുള്ള വിടുതൽ, അല്ലേ? ഏതാ വിടുതൽ? അത് വിടുതലായിട്ട് നമുക്ക് തോന്നുന്നില്ല അല്ലേ? നമ്മുടെ വിടുതൽ എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമാണ്. അപ്പോൾ ഏതായാലും ഈ മരണം എന്നുള്ള വിഷയം നമ്മൾ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ശരിക്കും നമ്മൾ ഈ ശരീരത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെടുകയും കർത്താവിൻ്റെ അടുത്തോട്ട് പോവുകയും ചെയ്യുന്നതാണ് ശരിക്കുള്ള വിടുതൽ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളായിട്ട് പോകരുത്, കർത്താവ് തന്നെ കൊണ്ടുപോകണം. ഓക്കെ, ഈ എങ്ങനെ നല്ല രീതിയിൽ മാന്യമായി മരിക്കാം എന്നുള്ള വിഷയം നമ്മളിപ്പോൾ ഇത്തിരി കഴിയുമ്പോൾ മുമ്പോട്ട് വരും. ഏത് മരണമാണ് മാന്യമായ മരണം? പലതരത്തിലുള്ള മരണങ്ങളുണ്ടല്ലോ. അപ്പോൾ ഏത് രീതിയിലുള്ള മരണമാണ് മാന്യമായ മരണം എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാം ഇത്തിരി സമയം കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ അവസാനം വരെ ഇനി വെളിപ്പാട് ദിവസം 12:11 കൂടെ വായിച്ചോ. വെളിപ്പാട് ദിവസം 12:11. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യ വചനം ഹേതുവായും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. വിശുദ്ധന്മാരുടെ ലക്ഷണം എന്താണ്? അവരവരുടെ പ്രാണനെ മരണപര്യന്തം സ്നേഹിക്കുന്നില്ല. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഈ മരണസമയത്ത് നമ്മൾ എങ്ങനെയാണ് ആ മരണത്തെ നേരിടേണ്ടത് എന്നും കൂടെ ചിന്തിച്ച ശേഷം മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നും മാന്യമായ മരണം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ഇതൊരിത്തിരി ലോങ് ഡിസ്കഷനാണ്. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് മുമ്പോട്ട് പോകണമെന്നാണ്. ഞാൻ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് പോകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെ മരണത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്? ഓക്കെ, ഇവിടെ പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്നത് എനിക്ക് ഏറെ പ്രിയതരം, ഇഷ്ടം. 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കാം, പെട്ടെന്ന് എടുക്കാം. ആരാ ഏറ്റവും പെട്ടെന്ന് എടുക്കുന്നേ? ആ ആ ആ ആ അതെ, നമ്മുടെ ശരീരത്തിൽ. അപ്പം നമ്മുടെ ലക്ഷ്യം എന്താ? ശരീരത്തിൽ ജീവിച്ചാലും ശരീരം വിട്ടാലും കർത്താവിൻ്റെ കൂടെ ചെന്നാലും നമ്മൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകണം എന്നുള്ളത് മാത്രമേ ആഗ്രഹമുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഏതാണ് നല്ലത്? ജീവിക്കുന്നതാണോ മരിക്കുന്നതാണോ നല്ലതെന്നൊന്നും അറിയാം അല്ലേ? ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെയുള്ള 3 വാക്യങ്ങൾ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ആ ആ അപ്പോൾ എനിക്ക് ഉള്ള നേരത്തെ റിട്ടയർ ചെയ്ത് കർത്താവിൻ്റെ അടുത്ത് പോകുന്നതാണ് ഇഷ്ടം. പക്ഷേ എൻ്റെ വേലയ്ക്ക് ഫലം വരാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ എനിക്ക് നിലനിൽക്കണമെന്ന് കുറച്ച് നാളോട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ആന്ധ്രാപ്രദേശിൽ 10 വർഷം ഞങ്ങൾ കുടുംബമായിട്ട് മിഷണറിമാരായിരുന്നു. അപ്പം നാട്ടിലേക്ക് വരുമ്പം കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ഈ ക്രിസ്തുവിലേക്ക് ആളുകളെ നടത്താനുള്ളൊരു വചനം തന്നിട്ടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇതാരും കേൾക്കുന്നില്ല, ആരും എന്നെ വിളിക്കുന്നില്ല.
എന്നെ ആർക്കും അറിയത്തില്ല, ആരും വിളിക്കുന്നില്ല, ഒരു ചർച്ചുമായിട്ടും എനിക്ക് പരിചയമില്ല. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, കർത്താവ് ചിലപ്പോൾ എങ്ങനെയായിരിക്കും ഉദ്ദേശിക്കുന്നത് അറിയത്തില്ലല്ലോ. ചിലപ്പോൾ ഞാൻ അധികം നാൾ ജീവിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം. മരിച്ചു കഴിഞ്ഞാലും അന്ന് പൗലോസിന് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല, റെക്കോർഡിങ് പരിപാടി ഒന്നുമില്ല അല്ലേ? ഉണ്ടോ? റെക്കോർഡിങ് പരിപാടി ഉണ്ടായിരുന്ന കുറേ MP3 ഒക്കെ നമുക്ക് കിട്ടിയേനെ, പക്ഷെ ഒന്നുമില്ല. അതുകൊണ്ട് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നാൽ മാത്രമേ പ്രസംഗിക്കാൻ പറ്റൂ. ഇന്നിപ്പോൾ ജീവിച്ചിരിക്കണം നിർബന്ധമൊന്നുമില്ല. 200-300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചുകൊണ്ടിരുന്ന പ്യൂരിറ്റൻസ് കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ജോൺ ബനിയൻ്റെയും മിൽട്ടൻ്റെയും അതുപോലെ എന്താ പറയുന്നത്, അന്നത്തെ കാലത്തെ ഒത്തിരി ആളുകളുടെ, ഈ ജോൺ മിൽട്ടണൊക്കെ വലിയ പാട്ടുകാരനായിരുന്നെങ്കിലും പുള്ളി എഴുതി വെച്ചിരിക്കുന്നതല്ല ഈ ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകളാണ്. ജോൺ ബനിയൻ്റെ ബുക്കാണ് പരദേശി മോക്ഷയാത്ര. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഓക്കെ, ജോൺ ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. കുറേ ജോൺമാരുണ്ടായിരുന്നു. ഇവരെല്ലാം, ഈ ജോൺ ന്യൂട്ടൺ കുറേ ഹിംസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കീർത്തനങ്ങൾ അന്നത്തെ. അപ്പോൾ അന്നത്തെ കാലത്ത് ഒത്തിരി പ്യൂരിറ്റൻസ്. അപ്പോൾ അവരൊക്കെ എഴുതിയത് ഇപ്പോഴും നമ്മൾ വായിക്കുന്നേ. ആര് വായിക്കുന്നു? അന്നത്തെ കാലത്ത് അവർ മരിച്ചു പോയാലും ഇപ്പോൾ എന്താ പറയുന്നത്, ഡേവിഡ് ബ്രെയ്നാർഡ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡേവിഡ് ബ്രെയ്നാർഡിനെ കുറിച്ച്? ഡേവിഡ് ബ്രെയ്നാർഡ് വളരെ കുറച്ച് നാളെ ജീവിച്ചുള്ളൂ. TB വന്ന് മരിക്കുമായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മെൻറ്റർ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, വളരെ ഫേമസ് ആയിട്ടുള്ള ടീച്ചർ. അദ്ദേഹമാണ് ഫസ്റ്റ് മിഷണറി, ആധുനിക കാലത്തുള്ള ആദ്യത്തെ മിഷണറി ആയിരുന്നു പുള്ളി. റെഡ് ഇന്ത്യൻസിൻ്റെ ഇടയിൽ, അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസിൻ്റെ ഇടയിലാണ് പുള്ളി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പുള്ളിയുടെ പേരെൻ്റെ വായുടെ അറ്റത്തുണ്ട്, പക്ഷെ മറന്നുപോയി. ഞാൻ എന്തായാലും ഇത് തീരുന്നതിന് മുമ്പ് ഓർക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വൈകിട്ട് പറയാം. ഓക്കെ, ഈ ഡേവിഡ് ബ്രെയ്നാർഡ് വളരെ കുറച്ച് നാളെ ജീവിച്ചുള്ളൂ. TB വന്ന് മരിക്കുമായിരുന്നു. ജോനാഥൻ എഡ്വേർഡ്സ് കേട്ടിട്ടുണ്ടോ? ഈ ജോനാഥൻ എഡ്വേർഡ്സ് എന്ന് പറയുന്ന ആളാണ് ആധുനിക ലോകത്തിലെ ആദ്യത്തെ മിഷണറി. മിഷണറിമാരുടെ പിതാവ്, മിഷൻ്റെ പിതാവ് എന്നൊക്കെ പറയുന്ന വില്യം കേറി ആണെങ്കിലും അതിനൊക്കെ മുൻപ് ഈ റെഡ് ഇന്ത്യൻസിൻ്റെ ഇടയിൽ അമേരിക്കയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു മിഷണറി ടീച്ചറായിരുന്നു ജോനാഥൻ എഡ്വേർഡ്സ്. അദ്ദേഹത്തിൻ്റെ ഒത്തിരി റൈറ്റിങ്സ് ഇപ്പോഴും അവൈലബിൾ ആണ്. നമുക്ക് നെറ്റിലൊക്കെ ജോനാഥൻ എഡ്വേർഡ്സ് സെർച്ച് ചെയ്ത് ഇഷ്ടം പോലെ കിട്ടും. ഓക്കെ, അദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരുന്നു, ജെറൂഷ എന്നായിരുന്നു മകളുടെ പേര്. ഈ ഡേവിഡ് ബ്രെയ്നാർഡ് അദ്ദേഹത്തിൻ്റെ ഒരു ഡിസൈപ്പിൾ, അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന ഒരു ക്രിസ്തുവിൻ്റെ ഒരു ഡിസൈപ്പിളായിരുന്നു. പുള്ളി പെട്ടെന്ന് തന്നെ മിഷൻ ഫീൽഡിലെത്തി. TB വന്നു. അന്ന് TB വന്നാൽ മരുന്നൊന്നുമില്ല. TB വന്നപ്പോൾ വേണമെങ്കിൽ ഇവർക്ക് വേറെ ഏതെങ്കിലും സാനിറ്റോറിയത്തിൽ വിടാമായിരുന്നു. പക്ഷെ ജോനാഥൻ എഡ്വേർഡ്സ്, എനിക്ക് പേര് ഓർക്കണം, ജോനാഥൻ എഡ്വേർഡ്സ് അദ്ദേഹത്തെ സ്വന്തം വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു. ശുശ്രൂഷിച്ചത് മകളാണ്. ഇവ കിടപ്പ് രോഗി ശുശ്രൂഷ ഉണ്ടെന്ന് മകൾ. അപ്പോൾ ഉറപ്പാണ് ഇവർക്ക് എല്ലാവർക്കും ഇത് വരും എന്നുള്ള കാര്യം. അപ്പോൾ മരണത്തിനങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക, സാരമില്ല, സ്നേഹത്തിന് വേണ്ടി മരിക്കാം. അപ്പം അന്നത്തെ കാലഘട്ടം അതാണ്. അപ്പം മരണത്തെ അവർക്ക് പേടിയില്ല. പക്ഷെ അവർ കുറച്ച് നാൾ അവർ ജീവിച്ചതെങ്കിലും അവരെഴുതി വെച്ച 4, 3, 5, 7 വാക്യങ്ങൾ ഇന്നും നമ്മളെ ജീവിപ്പിക്കും. ഓസ്വാൾഡ് ചേമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 37 വർഷമാണ് ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ മൈ അറ്റ്മോസ്റ്റ് ഫോർ ഹിസ് ഹയസ്റ്റ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അത് ഭയങ്കര പവർഫുൾ ബുക്കാണ്. അത് നിങ്ങൾക്ക് ലഭിക്കുവാണെങ്കിൽ, ഇംഗ്ലീഷ് വായിക്കുന്നവരാണെങ്കിൽ വളരെ നല്ല പുസ്തകം. അത് ഇവിടെ എല്ലാം കിട്ടാനുണ്ട്, ELS-ലൊക്കെ കിട്ടാനുള്ളൊരു പുസ്തകമാണ് മൈ അറ്റ്മോസ്റ്റ് ഫോർ ഹിസ് ഹയസ്റ്റ്. ഡെയിലി മെഡിറ്റേഷൻസ് ആണ്, ഭയങ്കര പവർഫുള്ളാണ്. 36 വർഷം ജീവിച്ചത്. ഇവിടെ ഈ പുനലൂരിലെ AG-യിൽ പെന്തക്കോസ്റ്റൽ മിഷണറി ആയിട്ട് വന്ന റോബർട്ട് ഷേവർ എന്ന് പറഞ്ഞ ആൾ വന്ന ആദ്യത്തെ ആഴ്ച തന്നെ മരിച്ചുപോയി. TB ആയിരുന്നു, എല്ലാവർക്കും TB ആയിരുന്നു. ഇന്ന് TBക്ക് മരുന്നില്ല. ഒരാഴ്ച ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ ശവകുടീരം ആ ബഥേൽ ബൈബിൾ കോളേജിൻ്റെ ക്യാമ്പസിലുണ്ട്. പക്ഷെ അവരൊക്കെ മരിച്ചു പോയാലും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക, ഇതിങ്ങനെ അവരുടെ ആ മെസ്സേജ്, അവർ ജീവിച്ചതും മരിച്ചതും കർത്താവിന് വേണ്ടിയാണ് എന്നുള്ള ആ ഒരു സന്ദേശം വീട് വയ്ക്കാൻ വേണ്ടി അല്ല അവർ ജീവിച്ചത്. പിന്നെ എന്തിനു വേണ്ടിയാ? നമ്മളെന്തിനാണ് ജീവിക്കുന്നത്? ഒരു 90% മലയാളികളും ജീവിക്കുന്നത് വീട് വയ്ക്കാൻ വേണ്ടിയാണ്. വീട് വയ്ക്കുന്നത് എന്തിനാ? വീട് വയ്ക്കുമ്പോഴേക്കും വയസ്സാവും, മരിക്കാൻ വേണ്ടി, അവിടെ കിടന്ന് മരിക്കാൻ വേണ്ടി. വീട് അവിടെ കിടക്കും. പിള്ളേരെല്ലാം അമേരിക്കയിൽ അവിടെയൊക്കെ സെറ്റിൽഡ് ആയിരിക്കും. വീട് അവിടെ ദ്രവിച്ച്, ഇപ്പോൾ ഈ കേരളത്തിൽ പല സ്ഥലത്തും വീടുണ്ട്, പക്ഷെ ആരുടെയെന്ന് ആർക്കും അറിയാൻ മേല എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയൊക്കെ മരിച്ചു പോയി, മക്കൾ ഈ നാട്ടിലോട്ട് വരുന്നേ ഇല്ല. അതൊക്കെ ഗവൺമെൻറ്
ഇതിലിപ്പോൾ ഗവൺമെൻറ്റെങ്കിലും കിട്ടും. കുറേ കഴിയുമ്പോൾ ഇത് എതിർ ക്രിസ്തു ഉണ്ടാക്കുള്ളൂ. നമ്മൾ ഈ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതൊക്കെ ഒരു വലിയ പങ്ക് നമുക്ക് ഒരു പ്രയോജനമില്ലാതെ പോവുകയാണ്. പക്ഷേ കർത്താവിന് വേണ്ടി മരിച്ച ഒരു വലിയ കൂട്ടം ജനം ഇതിനിടയിലുണ്ട്. എന്തായാലും നമ്മൾ മരിക്കും. എന്നാൽ പിന്നെ കർത്താവിന് വേണ്ടി മരിക്കുന്നത് എത്രയോ ശ്രേഷ്ഠമായിരിക്കും. അവിടെ നമുക്കൊരു വിശുദ്ധീകരണമുണ്ട്, അനുസരണമുണ്ട്. അപ്പം ഞാൻ ഈ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചു. റെക്കോർഡിങ് ഒന്നും ശരിയായില്ല. കാരണം എനിക്ക് ക്യാമറയെ നോക്കി പ്രസംഗിക്കാൻ അറിയാൻ മേല. എനിക്ക് നിങ്ങളുടെ മുഖം നോക്കിയാലേ പ്രസംഗിക്കാൻ അറിയാവുള്ളൂ. ഇപ്പോഴാണ് കുറച്ചൊക്കെ ക്യാമറയെ നോക്കി പ്രസംഗിക്കാൻ പഠിച്ചത്. അന്ന് എനിക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് അതെല്ലാം ഏതാണ്ട് കഥ പറയുന്ന പോലെയായിപ്പോയി. അതെല്ലാം എവിടെയൊക്കെ പോയി എന്ന് അറിയാൻ മേല. പക്ഷേ ദൈവം തക്ക സമയത്ത്, അപ്പം എന്നോട് എപ്പോഴും കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഷോർട്ട് പീരീഡേ ഉള്ളൂ. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് 2-3 വർഷം കാണുമായിരിക്കും എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നത് 2-3 വർഷം കാണുമായിരിക്കും. ഞാൻ 2018 മുതൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏത് സമയത്തും മരണം വരെ അനുസരിക്കുക. ഈ മരണം ഇത് പെട്ടെന്ന് പാസ് ചെയ്ത് പോകും. നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമ്മൾ ആവിയായിട്ട് പോകും. സഡനായിട്ട്. പേടിയുണ്ടോ? എത്ര പേര് പേടിച്ചു? അപ്പൊ ഈ മരണത്തെ നമ്മൾ എങ്ങനെ കാണണം? അതൊരു വലിയ ചോദ്യമാണ്. ഇതൊന്നും ഉത്തരം പറയാതെ നമ്മൾ വേറെ ഒന്നും മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. അതായത് വേദപുസ്തകത്തിൽ മരണത്തെ നേരിടാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ വിളിച്ച വിളിയാലുള്ള ആശ. അതുപോലെ നമ്മെ അവൻ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ. അപ്പൊ നമ്മൾ വിളിക്കുമ്പോഴേ കർത്താവ് എന്ത് തരുന്നുണ്ട്? നമുക്കൊരു പ്രത്യാശ തരുന്നുണ്ട്, ഒരു ആശ തരുന്നുണ്ട്. ഞാൻ രക്ഷിക്കപ്പെടുന്നത് 1994-ലാണ്. 92-ലാണ് ഞാൻ ആദ്യമായിട്ട് സുവിശേഷ പ്രസംഗം കേൾക്കുന്നത്. അത് നെടുങ്ങാടപ്പള്ളി CSI പള്ളിയിൽ വെച്ചാണ്. അവിടെ കൺവെൻഷൻ നടക്കുകയാണ്. ഇപ്പം കൺവെൻഷൻ്റെ ഗ്രൗണ്ടിൽ പോയി ഞങ്ങൾ ഇരുന്ന് പ്രസംഗിക്കുക. ഞാൻ ഏതാണ്ട് 2ാമത്തെ ബെഞ്ചിലായിരിക്കുന്ന എൻ്റെ ഓർമ്മ. ബെഞ്ചോ ചെയറാണെന്നൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഇദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലൊരു ഓഡിയൻസ് ആണ്, ഇതിലും കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ രക്ഷയെക്കുറിച്ച്, വീണ്ടും ജനിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു കുറേ പേരൊക്കെ കൈപൊക്കി. അവസാനം രക്ഷിക്കപ്പെട്ടവരോ കൈവെക്കാൻ പറഞ്ഞു, കുറേ പേര് കൈപൊക്കി. ഇതിനു മുമ്പ് ഓൾറെഡി രക്ഷിക്കപ്പെട്ടവർ കൈവെക്കാൻ പറഞ്ഞു, കുറേ പേര് കൈവെക്കി. എനിക്കിതൊന്നും മനസ്സിലായില്ല, ഞാൻ കൈവെക്കിയില്ല. ഞാൻ അവിടെ 2ാമത്തെ നിരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, 2ാമത്തെ നിരയിൽ. അപ്പോൾ പുള്ളി എന്നെ നോക്കി. ഞാനന്ന് ഇത്തിരി തടിയനാണ്. അപ്പം എന്നെ നോക്കിയിട്ട് പുള്ളി, 5-6 പേരുണ്ട് ഇരിക്കുന്നവർ, ഒരു ഡയലോഗ്: ഇന്ന് നീ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു വണ്ടി ഇടിച്ച് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെ പോകും? ഞാൻ ഉടനെ ചാടി എഴുന്നേറ്റ്. കാരണം നമുക്ക് എന്താ, ഈ തട്ടിപ്പോയാൽ പോയില്ലേ. അപ്പം അങ്ങനെ ഞാൻ ചുമ്മാ ഒന്ന് കൈ പൊക്കിയതാണ്. കാരണം വഴിയിൽ ആക്സിഡൻ്റ് ഉണ്ടായി തട്ടിപ്പോയിരിക്കാൻ വേണ്ടി. അപ്പോൾ അന്നൊക്കെ സുവിശേഷം പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തരുന്ന പ്രത്യാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സുവിശേഷം കേട്ട ഉടനെ നിന്റെ രോഗം മാറുന്നതല്ല നമ്മൾ കേൾക്കുന്നത്. നമ്മൾ കേൾക്കുന്ന മുഴുവൻ സ്വർഗത്തിൽ പോകാമെന്ന്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് CMS കോളേജിൽ നിന്ന് ഞാൻ നടന്ന് വൈകിട്ട് 4 മണിക്ക് ചായ കുടിക്കാൻ വേണ്ടി, ചായ കുടിക്കാറില്ല ഞാൻ, എന്നാലും സ്നാക്സ് എന്തെങ്കിലും കഴിക്കുക. അന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, ഉച്ചയ്ക്കും കഴിക്കില്ല ആ ഒരു സീസണിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറച്ച് പൈസ സമ്പാദിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പുസ്തകം വാങ്ങിക്കാനാണ്, വേറെ ഒന്നിനല്ല. അപ്പം 4 മണിക്ക് ഒരു മസാല ദോശ കഴിച്ചാൽ വിശക്കുകയില്ല. അപ്പോൾ അതുവരെ വിശപ്പ് കടിച്ച് പിടിച്ചിരുത്തി 4 മണിയാകുമ്പോൾ ഒരു മസാല ദോശ കഴിക്കുക. അത് കഴിയുമ്പം പിന്നെ പിറ്റേ ദിവസം 4 മണിക്ക് കഴിയുള്ളൂ. എന്നാലും വണ്ണമൊന്നും കുറഞ്ഞൊന്നുമില്ല. അപ്പോൾ ആ പുസ്തകം സംഘടിപ്പിച്ച് വയ്ക്കും. ജനുവരി ഫെബ്രുവരി ആകുമ്പം ഈ കോട്ടയത്ത് കറണ്ട് ബുക്സ്, DC ബുക്സ് എല്ലാം ചേർന്നൊരു ബുക്ക് ഫെയർ ഓർഗനൈസ് ചെയ്യും. അതിനുവേണ്ടിയാണ് ഈ പൈസ സംഘടിപ്പിച്ച് വയ്ക്കുന്നത്. അന്ന് ഞാൻ പതിവില്ലാതെ ഒരു ചായക്കടയിൽ കയറി. സാധാരണ ഞാൻ വെജിറ്റേറിയൻ ഷോപ്പിലെ കടകളിലേക്ക് കയറാറുണ്ടായിരുന്നു. ഞാൻ നാച്ചുറലി ഒരു വെജിറ്റേറിയനാണ്. എല്ലാ ഇടയ്ക്ക് കഴിക്കുന്നുണ്ട് ഇപ്പം. കാരണം നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈ വെജിറ്റേറിയൻ കഴിച്ചില്ല, വേറെ നോൺ വെജ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് വയറിന് ഭയങ്കര പ്രോബ്ലമാണ്. പിന്നെ അതങ്ങ് അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്. എന്നാലും ചില സമയത്ത് ഭയങ്കര പ്രോബ്ലമാണ്. അപ്പോൾ അന്ന് ഞാൻ ഞാൻ നോൺ വെജ് കഴിക്കുന്നേ ഇല്ല. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ട്. ഞാൻ സാധാരണ ഈ ഹോട്ടലിൽ ചെന്ന് കയറുന്നു. എൻ്റെ ടേബിളിന് മുമ്പിൽ ഒരാൾ വന്നിരിക്കുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. പുള്ളി പറഞ്ഞു, ഇപ്പം കർത്താവ് വന്നാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകല്ലേ, മരിച്ചാൽ സ്വർഗത്തിൽ പോവുക. ഞാൻ പറഞ്ഞു, അത് സാധ്യത വളരെ കുറവാണ്. ഉടനെ പുള്ളി പറഞ്ഞു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ടാൽ അതിനർത്ഥം നിങ്ങൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ്. അല്ലാതെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന്? രക്ഷിക്കപ്പെട്ടു എന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. എവിടെ നിന്ന് രക്ഷപ്പെട്ടു? പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ ബോധ്യം നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ രക്ഷയുടെ ഉറപ്പുള്ളയാളല്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് എന്നോട് സുവിശേഷം പറയാണ്, ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ ഒരിക്കലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും എന്ന് സുവിശേഷം. ഞാൻ 94 നവംബറിൽ അത് സ്വീകരിച്ചു, എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു. ഞാൻ വിശ്വസിച്ചു,
ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എന്നെ അവൻ ഒരു നാളും കൈവിടുകയില്ല, അവൻ എന്നെ തീർച്ചയായിട്ടും സ്വർഗത്തിൽ കൊണ്ടുപോകും. അന്ന് എൻ്റെ ഉള്ളിലുണ്ടായ വിശ്വാസമാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. എത്ര വർഷം കഴിഞ്ഞിട്ടും എന്നെ കർത്താവ് വിളിച്ച തന്ന ആ പ്രത്യാശ, ഞാൻ ഇപ്പം മരിച്ചാൽ കർത്താവിൻ്റെ അടുത്ത് ആയിരിക്കും എന്നുള്ള ആ നിശ്ചയം, ഈ ലോകം എന്ത് കാണിച്ചാലും ഇത് മാത്രം എൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്കൊന്നും തോന്നുകയില്ല. കാരണം അല്ലെങ്കിലും ഒരു നിക്ഷേപം ഈ ദേശത്ത് നമുക്ക് ഇല്ല. മനസ്സിലായോ? ഇന്ന് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു കാരണം കൂടെ ഞാൻ പറയാം. ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത്, ഞാൻ ഇവിടെ നിങ്ങളോടാണോ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല, അപ്പുറത്തെ ചർച്ചിലായിരുന്നു തോന്നുന്നു. ഓക്കെ, കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ ഒരു മിഷണറിനെയാണ് കല്യാണം കഴിച്ചത്. അത് ഞാൻ ഇന്നലെ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഈ പെണ്ണ് കാണാൻ ചെന്ന സമയത്ത് തന്നെയാണ് എൻഗേജ്മെൻറ്റും. എനിക്ക് പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നും ഇല്ലായിരുന്നു. അതിനു മുമ്പ് കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്നത് തന്നെ എൻഗേജ്മെൻറ്റാണ്. അപ്പോൾ അവിടുത്തെ പാസ്റ്ററിനോട് ചോദിച്ചു എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ. ഞാൻ പറഞ്ഞു കണ്ടീഷൻ ഉണ്ട്, ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, സ്വന്തം വസ്ത്രങ്ങളല്ലാതെ ഒന്നും എടുക്കാൻ പാടില്ല ആണ് കണ്ടീഷൻ. പോക്കറ്റ് മണിയാണ് അതാ ഇതാന്ന് പറഞ്ഞുകൊണ്ട് 1 രൂപ പോലും എടുക്കരുത്, ഇവിടെ നിന്നുള്ള ഒരു സമ്പത്തിലും കൈവയ്ക്കരുത്, നേരെ വസ്ത്രങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങുക, അതാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിൻ്റെ വീട്ടിൽ നീ ഒന്നും കൊണ്ടുവന്നില്ല എന്നോർത്തുകൊണ്ട് നീ വിഷമിക്കേണ്ട, എൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊന്നും എടുക്കുന്നില്ല. നമുക്കൊരു പ്ലേറ്റോ ഗ്ലാസ്സോ വേണമെങ്കിൽ കർത്താവ് തന്നോളൂ, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ കർത്താവിന് നമ്മളെ നോക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നതിന്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഇനി കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങി വന്നിട്ട് പൈസ ഉണ്ടാക്കിയെന്ന് ആരും പറയാനും പാടില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്നൊന്നും കൊണ്ടിരുന്നില്ല, അധ്വാനിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല, എല്ലാം സുവിശേഷകളുടെ പണമായതുകൊണ്ട് മരിക്കുമ്പോഴും എൻ്റെ കയ്യിൽ ബാലൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, ഡിപ്പോസിറ്റ് ഉണ്ടാകാൻ പാടില്ല. എൻ്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ട് ഒരു സ്ഥലം, പ്രോപ്പർട്ടി, അസറ്റ് എൻ്റെ പേരിലോ, ഞാൻ ഭാഗമായിരിക്കുന്ന ഒരു ട്രസ്റ്റിൻ്റെ പേരിലോ, എൻ്റെ ഭാര്യയുടെ പേരിലോ, ഞാൻ നിമിത്തം എൻ്റെ മകൻ്റെ പേരിലോ ഉണ്ടാകാൻ പാടില്ല. കർത്താവെ അതിനെന്നെ സഹായിക്കണമെന്നാണ് ഞാൻ അന്ന് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ സമയത്ത് നല്ല പ്രായോഗിക ബുദ്ധിയാണ് ഇന്ന് വിശ്വാസികൾക്ക്. ഞാനൊക്കെ കാണിച്ച ഒന്നാന്തരം മണ്ടത്തരം വരണം അന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ഇന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അന്നൊരു കാരണവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പുള്ളി ഒരു പാസ്റ്ററാണെന്ന് വേണേൽ വിളിക്കാം, പക്ഷെ സ്വഭാവം വെച്ച് അങ്ങനെ വിളിക്കാൻ പറ്റില്ല. പുള്ളി എന്നോടൊന്ന് പറഞ്ഞു, എടാ മണ്ട, പ്രായമായോ, നല്ല പ്രായം, 60-65 വയസ്സുണ്ടാകുന്ന പുള്ളി, ഇതും ജീവനോടുണ്ട്. അന്ന് 60 വയസ്സ് കാണുമായിരിക്കും. ഓക്കെ, കാൽക്കുലേഷൻ വേണ്ട. അപ്പം ഞാൻ എത്ര വയസ്സായി, ഇത് നമുക്ക് അങ്ങനെ ചിന്തിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടില്ല. ഓക്കെ, പുള്ളി എന്നോട് പറഞ്ഞു, എടാ മണ്ട, കിട്ടാവുന്നത് ഇപ്പം മേടിച്ചില്ലെങ്കിൽ നിനക്ക് പിന്നെ ആരും ഒന്നും തരികയില്ല. ഈ കല്യാണത്തിൻ്റെ സമയത്ത് വേണം വാങ്ങിക്കാവുന്നതെല്ലാം വാങ്ങിച്ചെടുക്കാൻ. കറക്റ്റാണോ അല്ലയോ? പിന്നെ ഒരു 5-6 വർഷം കഴിഞ്ഞ് നീ കഷ്ടപ്പാടാന്ന് പറഞ്ഞാൽ വല്ല 500 രൂപ 1000 രൂപ വല്ലവരും തരുമെന്നല്ലാതെ അവകാശമൊന്നും ആരും തരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇപ്പം കിട്ടാവുന്ന മേടിച്ചോ. അല്ലെങ്കിൽ നിനക്കൊരു 10-45 വയസ്സാകുമ്പം നിന്റെ ഭാര്യ തന്നെ നിന്നോട് പറയും, അച്ചായ അന്ന് കിട്ടാവുന്ന മേടിച്ചുകൊണ്ട് പോന്നായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് നിന്റെ ഭാര്യ തന്നെ നിന്നോട് ചോദിക്കും. അന്ന് നിനക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിൻ്റെ വില എന്താണ്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കിപ്പോൾ 27 വയസ്സ് പ്രായമാണുള്ളത്. ഈ 27-ാം വയസ്സിൽ 45-ാം വയസ്സിൽ ഞാൻ ഒരു പക്ഷേ ഇല്ലാതെ വന്ന് ഇങ്ങനെ ചിന്തിക്കുമെന്ന് പേടിച്ച് 27-ാം വയസ്സിലെ ഞാൻ പാപം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നിന്നോ ഒന്ന് ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുക മാത്രമല്ല, പുള്ളി ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സ്റ്റേജിൽ കയറി എൻ്റെ അപ്പനും അവരുടെ ബന്ധുക്കളും എല്ലാവരും ഉള്ള സ്റ്റേജിൽ വന്ന് പറയാണ്, ഇവനോട് ഞാൻ ആകുന്ന പറഞ്ഞ് എങ്ങനെ കെട്ടരുതെന്ന്. പുള്ളി ഞാൻ പറഞ്ഞതിന് പുല്ല് വില കൊടുത്തിട്ടാണ് പുള്ളി ഇവൻ പോയി കല്യാണം കഴിച്ചേക്കുന്നത്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് പുള്ളിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ കയ്യിൽ 1-2 വിവാഹാലോചന ഉണ്ടായിരുന്നു. ഒന്ന് അമേരിക്കൻ സിറ്റിസൺ, അതായത് അത് കല്യാണം നടന്നായിരുന്നെങ്കിൽ പുള്ളിക്ക് എങ്ങനെ പോയാലും 1 ലക്ഷം രൂപ ദശാംശം കിട്ടിയത്. ഇതിപ്പം മിഷണറിയെ കല്യാണം കഴിച്ച് പുള്ളി ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയിലാണ്. സഹോദരങ്ങളെ, ഒരു സഭ ബിസിനസ്സായിട്ട് നിലനിന്ന് പോകണമെങ്കിൽ നല്ല വരുമാനം വേണം. അല്ലാതെ നമ്മൾ കർത്താവിനനുസരിച്ച് നടന്ന സഭയുടെ സ്ട്രക്ചറൊക്കെ പൊളിഞ്ഞു പോകും. നമുക്ക് മതം വേണോ കർത്താവ് വേണോ എന്നുള്ളൊരു ചോദ്യം മരിക്കുന്നവരെ ഉണ്ടായിരിക്കും. നമ്മൾ മതം തിരഞ്ഞെടുക്കുള്ളൂ, കാരണം അത് നമുക്ക് തരുന്ന വേറൊരു സെക്യൂരിറ്റിയാണ്. അത് പരീക്ഷന്മാർ ശാസ്ത്രന്മാരെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അവർ മതം തിരഞ്ഞെടുത്ത് ഇവ മരിക്കുന്ന നമ്മുടെ മതം നിലനിൽക്കാൻ നല്ലതെന്നാണ് അവർ അവസാനം കണ്ടെത്തിയത്. നമ്മളും അത് തന്നെയാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പം മനസ്സിലാവില്ല,
ഇനി എതിർ ക്രിസ്തുവിൻ്റെ സമയമാകുമ്പോഴേക്കും മനസ്സിലാവും. പോയാൽ കുഴപ്പമില്ല, പോകുമെന്നുള്ളതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. അപ്പൊ കർത്താവ് നമ്മളെ വിളിക്കുമ്പം തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു പ്രത്യാശ തന്നിട്ടുണ്ട്. ഈ പ്രത്യാശ കൈമോശം വരാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. അതെല്ലാം ഇവിടെ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല, നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട്. എന്നാൽ പ്രത്യാശ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ദൈവം നമുക്ക് പ്രത്യാശ തരുന്നത്? വാട്ട്സ് ദ പ്രൊസീജിയർ ബൈ വിച്ച് ദ ലോർഡ് ഗിവ്സ് us ദിസ് ഹോപ്പ്? ആ പ്രത്യാശ എങ്ങനെയാണ് നിത്യമായ ഭാഗ്യകരമായ ഒരു പ്രത്യാശ? സഹോദരങ്ങളെ, ഈ പ്രത്യാശയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ വേണ്ടി ഏറ്റവും നല്ല പുസ്തകം എബ്രായ ലേഖനമാണ്. എബ്രായ ലേഖനം പ്രത്യാശയുടെ പുസ്തകമാണ്. അതിൻ്റെ മുഴുവൻ തീമും പ്രത്യാശയാണ്. മരണസമയം എങ്ങനെ നേരിടണം, എബ്രായ ലേഖനമാണ് വായിക്കേണ്ടത്. കൊരിന്ത് ലേഖനം അല്ല. കൊരിന്ത് ലേഖനം വായിക്കണം, പക്ഷെ ശരിക്കും നിത്യമായ ഒരു പ്രത്യാശ എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ എബ്രായ ലേഖനം തന്നെ നമ്മൾ വായിക്കണം. അവിടെയാണ് പ്രത്യാശയുടെ വാഗ്ദത്തമുള്ളത്. 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പഴയ നിയമ വിശുദ്ധന്മാരുടെ കഥകൾ പറയുമ്പോൾ അവിടെ പറയുന്നത് എങ്ങനെയാണ്, ആ പ്രത്യാശയെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 11-ാം അധ്യായത്തിൻ്റെ ഒരു മിനിറ്റ് ഞാൻ എടുത്തോട്ടെ. 11-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം മുതൽ ഞാൻ വായിക്കാം. ഇവർ എല്ലാവരും ആരൊക്കെയാ? ഹാബേല്, ഹാനോക്ക്, നോഹ, അബ്രഹാം. ഇവരെല്ലാവരും വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്നത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളും എന്നേറ്റു പറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ആരൊക്കെയാ? പഴയ നിയമ വിശുദ്ധന്മാരുടെ കാര്യം പറഞ്ഞത്. ഭൂമിയിൽ അവർ ആരെന്ന തിരിച്ചറിഞ്ഞത്? അന്യരും പരദേശികളും. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. എങ്ങനെ പറയുന്നവരാ? ഈ ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളും എന്ന് പറയുന്നവരെല്ലാം എന്താ ചെയ്യുന്നത്? ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണുന്നു. അപ്പൊ പിതൃദേശം അന്വേഷിക്കുന്നവരുടെ ലക്ഷണം എന്താണ്? ഈ ഭൂമിയിൽ അവർ അന്യരും പരദേശികളുമായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ഉറപ്പാണ് ഞങ്ങൾക്കൊരു പിതൃദേശമുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോകുന്നവരാണ് എന്ന് അവർക്ക് ഉറപ്പായിരിക്കും. എബ്രായ ലേഖനത്തിൽ പറയുന്നത് പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം അങ്ങനെയായിരുന്നു എന്നാണ്. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഞാനൊരു എക്സാമ്പിൾ പറയാം എൻ്റെ ലൈഫിൽ നിന്ന്. ഞങ്ങൾ ആന്ധ്രാപ്രദേശിൽ സുവിശേഷ വേലയായിട്ട് പോയി. ഞങ്ങൾക്ക് അന്ന് 1.25 വയസ്സുള്ളൊരു മകനുണ്ട്. ഞങ്ങളങ്ങനെ ആന്ധ്രയിൽ ചെന്നു. ആന്ധ്രയിൽ ഓങ്കോൾ എന്ന് പറയുന്ന സ്ഥലത്ത് താമസമാക്കി. ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസമാക്കി. ഞങ്ങളുടെ വീടിൻ്റെ 3 വീടപ്പുറത്ത് ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നു. വീടിൻ്റെ കോമ്പൗണ്ടിൽ 1-2 ആഴ്ചയായുള്ളൂ ഞങ്ങളവിടെ ചെന്നിട്ട്. അപ്പോൾ ഞാൻ മിഷണറി ആയിട്ട് ചെന്നേക്കുന്നതിൻ്റെ ഒരു ഗമയുണ്ടല്ലോ, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കണം, എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ. ഞാൻ പോയി ഗേറ്റ് തുറക്കാൻ തുടങ്ങി. അവരുടെ ആൾക്കാർ പറഞ്ഞു, അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, തുടരുത്, ഗേറ്റ് തുടരുത്, പോലീസ് ഇപ്പോൾ വരും, അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ഞങ്ങൾ വെളി മാറി നിന്നു. കുറച്ച് കഴിഞ്ഞ് പോലീസുകാർ കൊണ്ടുവന്ന് ഈ ബോഡി മറവ് ചെയ്തു. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവരൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു, ഭർത്താവില്ലാത്ത സ്ത്രീയായിരുന്നു. ഒരു കൊച്ചുണ്ടായിരുന്നു, 3 വയസ്സുള്ളൊരു കൊച്ചുണ്ടായിരുന്നു. അപ്പോൾ അവൾ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു കരഞ്ഞുകൊണ്ട്. അപ്പോൾ അവളൊരു പ്രായമായ ഒരു മുസ്ലിം ദാദിയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് ഈ സ്ത്രീ കാശ് കൊടുക്കുമായിരുന്നു. അപ്പോൾ മരിച്ചു പോയപ്പം കാശില്ല, അവരും പാവപ്പെട്ടവരാ. അപ്പോൾ ഇവർ കൊച്ചിന് 5000 രൂപയ്ക്ക് വിൽക്കാനുള്ളൊരു പരിശ്രമമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നമുക്ക് ഒരു മോനുണ്ടല്ലോ, ഇവളെയും കൂടെ നമുക്ക് എടുക്കാം, അപ്പോൾ നമുക്ക് 2 പിള്ളേരാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ടു. പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ടപ്പോൾ അങ്ങനെ പറയുമ്പോൾ പരിപാടിയൊന്നുമില്ല, നിങ്ങൾ വളർത്തിക്കോ, പേപ്പർ തരാം, പക്ഷേ ആരെങ്കിലും വന്നാൽ കൊടുക്കണം, തെളിവ് കൊണ്ട് ആരെങ്കിലും വന്ന് അപ്പൻ അമ്മ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അന്ന് അവരങ്ങനെ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ മുനിസിപ്പൽ ചെയർമാനെ പോയി കണ്ടു, കൗൺസിലറെ പോയി കണ്ടു. അപ്പോൾ തൽക്കാലം ഞങ്ങളുടെ കസ്റ്റഡിയിൽ വിടാമെന്ന് അവർ സമ്മതിച്ചു. അങ്ങനെ ഈ കുഞ്ഞിനെ ഞങ്ങൾ വളർത്തി. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങളുടെ മകൻ കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് 2 പിള്ളേരായി അല്ലേ, 2 പിള്ളേരായി. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊച്ചിന് ഞങ്ങൾ പറയുന്നൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങളുടെ അപ്പനും അമ്മയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വരികയില്ല, വീടിനകത്ത് ഇരിക്കില്ല, രാത്രി 8 മണിയായാലും 9 മണിയായാലും ഇവിടെ കാണുകയില്ല. അപ്പം നമ്മൾ ബലമായിട്ട് പിടിച്ചുകൊണ്ടിരും. 3 വയസ്സുള്ളൂ, ബലമായിട്ട് പിടിച്ചുകൊണ്ടിരും. 3.5 വയസ്സുള്ളൂ. അപ്പോൾ കൊച്ചിനെ റോട്ടിൽ കൂടെ വിടാൻ പറ്റുമോ? ഇവിടെ വിളിച്ച് അകത്തോണ്ടൊരു വീട് ഭയങ്കര കരച്ചിൽ തുടങ്ങും. കരച്ചിലായി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹൗസ് ഓണർ, ആ പുള്ളിയാണ് ഞങ്ങൾക്ക് ആഹാരം തരുന്നവനെ പറഞ്ഞു. അതിലൊരു നയ പൈസ ഇല്ല, ഒരു നയ പൈസ ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾക്ക് റെൻ്റൊന്നും പുള്ളി മേടിക്കാതെ കറിയൊക്കെ കൊണ്ടുവന്ന് തരും. അവർ സീക്രട്ട്ലി ക്രിസ്ത്യൻസ് ആയതുകൊണ്ട്
അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ ചെന്ന് പറ്റിയതുകൊണ്ടാണ് ഞങ്ങൾ അന്നത്തെ കാലം സർവൈവ് ചെയ്തത്. അപ്പോൾ ഈ കൊച്ചു ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഈ ഹൗസ് ഓണർ ഞങ്ങളെ വിളിപ്പിച്ചു. പുള്ളി ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുകയായിരുന്നു. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒന്നാമത്തെ കിടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്, അതിനിടയ്ക്ക് ഈ കൊച്ചിൻ്റെ കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എവിടെയെങ്കിലും ഇറങ്ങി ഓടണമെന്നുണ്ട്, പക്ഷേ ഈ കാലൊടിഞ്ഞ് കിടക്കുന്നുണ്ട്, ഓടാനും പറ്റുന്നില്ല, അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ ഈ കൊച്ചിനെ എവിടെയെങ്കിലും കൊണ്ടേ കള, അല്ലെ എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ കർത്താവിൻ്റെ എൻ്റെ കർത്താവെ എങ്ങനെ ഈ കൊച്ചിനെ കൊണ്ടേ കളയാൻ പറ്റും, എങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റും, 1 രൂപ പോലും കയ്യിലില്ല, അഡ്വാൻസ് കൊടുക്കാനോ റെൻറ്റ് കൊടുക്കാനോ, ഈ കൊച്ചിനെ കൊണ്ടേ കളയാൻ പറ്റുമെന്ന് പ്രായോഗികമാണോ, നടക്കുന്ന കാര്യമാണ്, എത്ര പേരുടെ അടുത്ത് ഒപ്പിട്ടിട്ടാണ് ഇത് മേടിച്ചേക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവിനോട് ചോദിച്ചു, നിൻ്റെ മോനെ കൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു പ്രോബ്ലം ഇല്ല, അവൻ ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ. അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ മോനെ കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു, ഞാൻ ക്രൂശിൽ മരിക്കാൻ പറഞ്ഞോ സന്തോഷമായിട്ട് പോയി മരിച്ചു, എൻ്റെ വീട്ടിൽ അനുസരണയില്ലാത്ത പിള്ളേരുണ്ടായത് നിന്നെയൊക്കെ ദത്തെടുത്തതിന് ശേഷമാണെന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് കാണിക്കുന്ന ദീർഘക്ഷമ എന്താണെന്ന് നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ കൊച്ചിനോട് ക്ഷമിച്ചുകൊണ്ട് തുടങ്ങിക്കോളാൻ പറഞ്ഞു. പാഠം 1 അഡോപ്ഷൻ. ബൈബിൾ കോളേജിൽ എത്ര പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല ഇത് മനസ്സിലായില്ലെങ്കിൽ. അവിടെ ഈ കൊച്ചുമായിട്ട് ഞങ്ങൾ ജീവിതം ആരംഭിച്ചു, ക്ഷമിക്കാൻ പഠിപ്പിച്ചു. എന്നാലും ക്ഷമ തെറ്റുമായിരുന്നു, എന്നാലും ക്ഷമിക്കാൻ പഠിപ്പിച്ചു. കാരണം ഇവളുടെ സ്വഭാവം അങ്ങനെ ആയിരുന്നു, ഭയങ്കര സ്ട്രേഞ്ച് ക്യാരക്ടറായിരുന്നു. അവർ പറഞ്ഞു, ഈ കൊച്ചിനെ നിങ്ങൾ എടുത്തോ, ഇതിനെ എങ്ങനെ നോക്കും. അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഇവർക്കൊരു ബിഹേവിയറൽ ഡിസോർഡർ ഉണ്ടെന്നുള്ള കാര്യം, ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പം ഞങ്ങൾ വേറൊരു വീട്ടിലോട്ട് മാറേണ്ടി വന്നു. ഇവർ സമ്മതിച്ചില്ല. ഇവർ തന്നെ ഞങ്ങൾക്ക് വേറെ വീട് അന്വേഷിക്കാൻ തുടങ്ങി, കാരണം അവർക്ക് ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ വേറൊരു വീട്ടിൽ പോയി താമസം ആരംഭിച്ചു. അവിടെ ഞങ്ങളുടെ അയൽവക്കത്ത് ഒരു ലോയറും ഒരു ടീച്ചറും ആയിരുന്നു. ഈ ലോയറും ടീച്ചറും ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നു, ഞങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി വന്നു. എത്ര പിള്ളേരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് 2 പിള്ളേരാണ്, ഇത് ജമീമ, അവളുടെ പേര് ഗായത്രി എന്നായിരുന്നു, ഞങ്ങൾ ജമീമ എന്നാക്കി മാറ്റി. ഗായത്രി, ജമീമ, ജോനഥൻ, 2 പേര്. അപ്പോൾ പേര് തമ്മിൽ ജാ ഓക്കെ. അപ്പോൾ ഞങ്ങൾ നല്ല ഉടുപ്പാക്കി ഡീപ്പിച്ച് നല്ല ടിപ്പാക്കി നിർത്തിയേക്കുക. 2 ദിവസം കഴിഞ്ഞപ്പം ഈ ടീച്ചർ വന്ന് എൻ്റെ ഭാര്യയോട് പറയാണ്, ഞങ്ങൾ 2 പേരുണ്ട്, ഈ കൊച്ച് നിങ്ങളുടെ സ്വന്തം മകളാണോ? ഒറ്റ ചോദ്യം. ഭർത്താവ് ലോയറാണ്, ആലോചിക്കണം. അപ്പം ഞങ്ങൾ ചോദിച്ചു, ഇവരെന്താ ഇങ്ങനെ ചോദിക്കുന്നത്? അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചാൽ പറയാം, ഞാൻ ഓർത്തിന് ഞങ്ങൾ നോക്കുന്നതിൻ്റെ കാര്യം എന്തെങ്കിലും കണ്ടിട്ട് വല്ല വിഷമം തോന്നി കാണുമോ, അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ പുള്ളിക്കാരി പറയാം, നിങ്ങൾക്കും തെലുങ്ക് അറിയത്തില്ല, നിങ്ങളുടെ മകനും തെലുങ്ക് അറിയത്തില്ല, പക്ഷേ ഇവള് തെലുങ്കിൽ 1-ാം തരം തെറിയ പറയുന്നു പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാം കർത്താവിൻ്റെ മക്കളാന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ വാ തുറക്കുമ്പോൾ നമ്മുടെ പിള്ളേർക്കെല്ലാം മനസ്സിലാവും ഇത് കർത്താവിൻ്റെ ആളൊന്നുമല്ല. വാ തുറക്കണം, ക്രിസ്തുവിനെ പോലെ അല്ല നമ്മളൊന്ന് മനസ്സിലാകണമെങ്കിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു, എൻ്റെ വായിരിക്കുന്ന എന്താണെന്ന് അറിയാമെന്ന് ചോദിക്കല്ലേ, അതാണ് സാധനം. അപ്പോൾ ഞങ്ങൾ പിന്നെ തുറന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ദാ വരുന്നിരിക്കുന്നു വേറെ 2 പിള്ളേർ. അപ്പം മൊത്തം എത്ര പേരായി? 4 പേര്. ആ 4 പിള്ളേരാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത്. ഇങ്ങനെ 4 പിള്ളേരും ഞങ്ങളുമായിട്ട് ഇരിക്കുന്ന സമയത്ത് 2 പിള്ളേർ ഭിക്ഷ അയച്ചുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ രാവിലെ ഈ തലേദിവസത്തെ ഫുഡ് ചോദിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ അവർ വന്ന് എൻ്റെ വൈഫിനോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു. എൻ്റെ ഭാര്യ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചോ, ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കണ്ട. അപ്പം ഞങ്ങളുടെ ചിന്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടി ഇതാണ്, ദൈവം ഇതിനു വേണ്ടി വിളിച്ചേക്കുന്നത്. നമുക്ക് ഭാഷ അറിയത്തില്ല, ഈ അടുത്ത വീട്ടിലൊരാളുടെ സഹായത്തോടെ ഞങ്ങളുടെ വീട്ടിൽ പണിയാൻ വന്ന ഒരു ഹിന്ദി അറിയാവുന്ന തോടാ അറിയാവുന്ന ഒരാളുമായിട്ടൊക്കെ വെച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അവർ പറഞ്ഞു, അവർക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പിള്ളേരുടെ കളിക്കാനൊക്കെ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പം ഒരു പെണ്ണ് വന്ന് എൻ്റെ ഭാര്യയോട് ചോദിച്ചു, ഇവരെല്ലാം നിങ്ങളെ പപ്പ അമ്മ എന്നല്ലേ വിളിക്കുന്നത്, ഞങ്ങളും അങ്ങനെ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ഒക്കെ വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പം ഈ കൊച്ച് പറഞ്ഞു, ഞങ്ങളിങ്ങനെ റോഡിൽ കൂടെ നടന്ന് ഭിക്ഷ അയക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മാസം 2000-3000 രൂപ കിട്ടും, ഇവിടെ ഞങ്ങൾ നിങ്ങളുടെ താമസം നിങ്ങൾ മാസം ഞങ്ങൾക്ക് എത്ര രൂപ വെച്ച് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് പൈസ ഒന്നും തരാൻ പറ്റില്ല, നിങ്ങൾക്ക് ആഹാരം തരാം, വസ്ത്രം തരാം, പഠിപ്പിക്കാം. പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും പോയി നിങ്ങൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേസിൻ്റെ സുധയുടെ മക്കളാന്ന് പറഞ്ഞോ, അപ്പോൾ നിങ്ങൾക്കൊരു അപ്പനും അമ്മയും ഉണ്ടാവും, സഹോദരങ്ങളുണ്ടാവും, അങ്ങനെ നിങ്ങൾക്കൊരു കുടുംബം ഉണ്ടാവും. പിന്നെ നിങ്ങൾ വലുതാകുമ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇതാണ് ഞങ്ങളുടെ ഓഫർ എന്ന് പറഞ്ഞു. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അവർ വീടിൻ്റെ മതിലിയാടി പോയി. 2 വർഷം കഴിഞ്ഞപ്പം 2 ആഴ്ച കഴിഞ്ഞപ്പം ഞങ്ങൾ അടുത്ത് വെജിറ്റബിൾ ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു വിളി കേൾക്കുകയാണ്, പപ്പ എന്നൊരു വിളി. തിരിഞ്ഞു നോക്കിയപ്പം ഈ പോയ കൊച്ചുമുണ്ട്, അതിൻ്റെ കൂടെ 5-6 പിള്ളേരും ഉണ്ട്. അവർ പുറകിൽ നിന്ന് ദേ പപ്പ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ വരുവാ. ഞാൻ നോക്കിയപ്പം ഭിക്ഷ അയക്കുന്ന പിള്ളേർ പപ്പ അമ്മയെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരമാണ്. കാരണം ആ കടക്കാർക്ക് മനസ്സിലാവില്ല, എനിക്ക് ഒന്നാമത് പറഞ്ഞു കൊടുക്കാൻ ശരിക്കും തെലുങ്ക് അറിയാൻ മേൽ. അപ്പോൾ ഈ കൊച്ചു നമ്മളിനി ഭിക്ഷാടന മാഫിയ വല്ലതാണോ, ഇതെന്തോ സംഭവം ആർക്കും പിടികിട്ടാതെ വരും.
അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഉള്ള നേരത്തെ അവർ അടുത്ത് വരുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് അടുത്ത് കിടന്ന ഒരു ഓട്ടോയിൽ കയറിപ്പോൾ പെട്ടെന്ന് പോകാൻ പറഞ്ഞു. ഞങ്ങൾ കയറി പോകും. പുറകെ നിന്ന് വിളിക്കുന്നുണ്ട്, ഒരു പപ്പാ പപ്പാന്ന് വിളിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഓട്ടോയിലിരുന്ന് കർത്താവിൻ്റെ പറഞ്ഞു, എൻ്റെ കർത്താവേ നാണക്കേടായത് എന്ത്. അവർക്ക് വേണമെങ്കിൽ വീട്ടിലോട്ട് വരാമല്ലോ, അവർക്ക് വീടറിയാം. അത് ഇട്ടിട്ട് പോയതല്ല, അവർക്ക് വേണമെങ്കിൽ വീട്ടിലോട്ട് വരാം. വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. ഞാൻ കർത്താവിൻ്റെ പറഞ്ഞു, എൻ്റെ കർത്താവ് എന്തൊരു നാണക്കേടായിപ്പോയി, ഈ ഓങ്കോളിൽ അങ്ങയുടെ വിശ്വസ്തനായ സാക്ഷിയായിട്ട് നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഉത്തരം പറയാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലായി പോയല്ലോ, നാണക്കേടായി പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, എനിക്കും ഇങ്ങനത്തെ കുറേ പിള്ളേരുണ്ട്. റോഡിലും കൺവെൻഷൻ ഗ്രൗണ്ടിലും ചർച്ചിൽ നിന്നുകൊണ്ട് അപ്പച്ചാ പപ്പാന്ന് വിളിക്കുന്ന കുറേ പിള്ളേർ. പക്ഷെ അവർക്ക് ആർക്കും എൻ്റെ വീട് ഇഷ്ടമല്ല, പിതൃദേശം അന്വേഷിക്കുന്നില്ല. അവർ റോഡിൽ എൻ്റെ മകൻ വേണ്ടാന്നും പറഞ്ഞ് വിട്ടുകളഞ്ഞ ലോകത്തിൻ്റെ ചെളി വാരിക്കൊണ്ട് പപ്പാന്ന് വിളിക്കുമ്പം എനിക്ക് തോന്നുന്ന നാണക്കേട് എന്താന്ന് നീ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ ചുമ്മാ അവനെ പിതാവേ അപ്പ എന്നൊക്കെ വിളിക്കുമ്പം എനിക്ക് അറ്റ്ലീസ്റ്റ് അവൻ്റെ വീടിനെക്കുറിച്ചൊരു പ്രത്യാശയെങ്കിലും വേണം, ഒരാഗ്രഹമെങ്കിലും വേണം. ഈ ചെളിക്കൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ കിടന്ന് മറിഞ്ഞുകൊണ്ട് അവനെ അപ്പാന്ന് വിളിക്കുന്ന അവൻ അപമാനമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം അതാണ്. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർ അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ എന്താ ലജ്ജിച്ചില്ല. കാരണം എന്താ? അവർ വീട് നോക്കിയിരിക്കുന്നവരായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അവിടെ പറയുന്നത് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു വീട് ഒരുക്കിയിരിക്കുന്നില്ല. അപ്പനൊരു വീട് ഒരുക്കി വെക്കുമ്പം ആ വീട് വേണ്ട, ആ വീടിനെ ശ്രദ്ധിക്കാതെ ഈ ലോകത്ത് നശിച്ചു പോകുന്ന സാധനങ്ങളുടെ പിന്നാലെ നമ്മൾ ഓടുമ്പോൾ ആ വീടൊരുക്കി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന പിതാവിനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യാശയില്ലാത്ത ക്രിസ്ത്യാനി കർത്താവിനെ അപമാനിക്കുന്നവനാണ് എന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നു. അതുകൊണ്ട് തന്നെ എബ്രായ ലേഖനം പ്രത്യാശയുടെ പുസ്തകമാണ്. എങ്ങനെയാണ് നമുക്ക് മരണസമയത്ത് പ്രത്യാശ ഉണ്ടാകുന്നത്? അത് പെട്ടെന്നുണ്ടായി വരുന്നൊരു സാധനമല്ല. ഓക്കെ, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫലമാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാകുന്നത്. എബ്രായ ലേഖനത്തിൻ്റെ തന്നെ 6-ാം അധ്യായത്തിൽ പ്രത്യാശ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ എബ്രായ ലേഖനത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഞാനൊരു പരസ്യം പറയാം. കൊമേഴ്ഷ്യൽ ബ്രേക്ക്. അതായത് നിങ്ങൾക്ക് യൂട്യൂബിൽ ARC എന്ന് പറഞ്ഞാൽ ആർക്ക്, ചേസ് ജോസഫ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ കിട്ടും. ആ യൂട്യൂബ് ചാനലിനകത്ത് എബ്രായ ലേഖനത്തിൻ്റെ കമൻട്രി ഉണ്ട്, വേഴ്സ് ബൈ വേഴ്സ്, വാക്യം പ്രതി വാക്യം. റോമാലേഖനമുണ്ട്, എബ്രായ ലേഖനമുണ്ട്, എഫേസ്യരുണ്ട്, കൊളോസ്യരുണ്ട്, യോഹന്നാൻ്റെ ലേഖനമുണ്ട്, യാക്കോബിൻ്റെ ലേഖനമുണ്ട്, അടിസ്ഥാന വേദോപദേശങ്ങളുണ്ട്, തൃത്വത്തെക്കുറിച്ചുണ്ട്, പിന്നെ എന്തൊക്കെയുണ്ടെന്ന് ഓർമ്മയില്ല. ഏതായാലും 250ഓളം വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ കേൾക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിഷയമില്ല, മരണം എന്നുള്ള വിഷയമില്ല, അത് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് കൂടുതൽ നിങ്ങൾക്ക് ഈ പ്രത്യാശയെക്കുറിച്ച് അറിയണമെങ്കിൽ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ ഇത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഓടിച്ചൊന്ന് പോകാം, എന്നിട്ട് നമുക്ക് മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ. കാരണം പ്രത്യാശയില്ലാതെ നിങ്ങൾ ഒരിക്കലും മരണം എന്ന വിഷയത്തെ സമീപിക്കാൻ പാടില്ല. ആ മരണം എന്ന വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ പ്രത്യാശയാൽ ഉറപ്പുള്ളവർ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ 6-ാം അധ്യായം മാത്രം ഞാൻ വായിക്കുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ബൈബിളിലെ പല ഭാഗങ്ങളിലായിട്ട് ചിതറപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല. ജസ്റ്റ് വി വിൽ ഇന്റർപ്രറ്റ് റോമൻസ് ചാപ്റ്റർ 6 13 ഓൺവേർഡ്സ് 13 to 20. ഈ 8 വാക്യങ്ങൾ നമ്മൾ പെട്ടെന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം. 13-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ പറയുന്നത് അബ്രഹാമിൻ്റെ കഥയാണ്. ഈ അബ്രഹാമിൻ്റെ കഥ വിശ്വാസത്തിനൊരു മാതൃകയായിട്ട്, പ്രത്യാശയ്ക്കും വിശ്വാസത്തിനൊരു മാതൃകയായിട്ട് പൗലോസും പറയുന്നുണ്ട്. അത് റോമാലേഖനം 4-ാം അധ്യായത്തിലാണ്. റോമാലേഖനം 4-ാം അധ്യായത്തിൽ എബ്രഹാമിനെ കുറിച്ച് പറയുന്ന അതേ കാര്യമാണ് ഇവിടെ 6:13 മുതലുള്ള കാര്യങ്ങൾ പറയുന്നത്. എബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ എബ്രഹാം അബ്രാം ആയിരുന്നു. അബ്രാം ഒരു വിഗ്രഹാരാധിയും ദൈവത്തിന് നിഷേധിയായ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ദൈവം അവനെ വിളിച്ചു. അബ്രാമായിട്ട് അവൻ ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിച്ചു. വിഗ്രഹങ്ങൾ ഉപേക്ഷിച്ച്, പിതൃഗ്രഹത്തെ ഉപേക്ഷിച്ച് അവൻ ഇറങ്ങിത്തിരിച്ചു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. ദൈവം അവനെ വെളിയിൽ കൊണ്ടുവന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ അവന് കാണിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. അടുത്ത വാക്യം, എബ്രഹാം അവന് ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അപ്പോഴും അബ്രഹാം അല്ല. അബ്രാം എന്ത് ചെയ്തു? ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അപ്പോൾ വിശ്വാസത്തിൽ നമ്മുടെ പിതാവായി മാറി എബ്രഹാം. അപ്പോൾ എന്ത് സംഭവിച്ചു നോക്കിയേ. എബ്രഹാം വളരെ ബലഹീനനായ ഒരു മനുഷ്യനായിരുന്നു. നമുക്കറിയാം, വളരെ ബലഹീനനായ ഒരു മനുഷ്യനായിരുന്നു.
എബ്രഹാമും സാറയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആ ബലഹീനം നമുക്ക് കാണാം. ഒരു രാജാവ് സാറയെ പിടിച്ചുകൊണ്ട് പോകുന്നുള്ളൊരു സ്ഥിതി വന്നു കഴിഞ്ഞപ്പം എബ്രഹാം എന്താണ് സാറായോട് പറയുന്നത്? സാറയെ, നീ എന്നെ ഭർത്താവാന്ന് പറഞ്ഞാൽ അവർ എന്നെ കൊന്നിട്ട് കൊണ്ടുപോകും. ആങ്ങളെയാന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ടുപോകും, പക്ഷെ എന്നെ കൊല്ലൂല. അതുകൊണ്ട് നീ പോയാ പോട്ടെ, എൻ്റെ തടി രക്ഷിക്കാൻ വേണ്ടി നീ എന്നെ ആങ്ങളെയാന്ന് പറഞ്ഞ് സഹായിക്കണം. ആലോചിച്ച് നോക്കിയാൽ എബ്രഹാമിൻ്റെ ധൈര്യം, ഭയങ്കര ധൈര്യമല്ലേ. അത്ര ബലഹീനനായ ഒരാളായിരുന്നു എബ്രഹാം തുടക്കത്തിലെ. എന്നാൽ എബ്രഹാമും ഏലിയാവും എല്ലാം നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരാണ്. അവരെങ്ങനെ വ്യത്യസ്തമുള്ളവരായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ ദൈവം പ്രവർത്തിച്ച ഒരു പ്രവൃത്തിയാണ് അവരെ അത്ഭുത വിഷയങ്ങളാക്കി മാറ്റിയത്. നമ്മളെല്ലാം മനുഷ്യരും ആദമിൻ്റെ സന്തതികൾ എല്ലാവർക്കും ഒരേ സ്വഭാവമാണ്. ബേസിക്കലി ദേ ഓൾ ഹാവ് ദ സെയിം ജനറ്റിക് ബേസിക് കോഡ്. പക്ഷേ അവരെല്ലാവരും വിവിധ സാഹചര്യങ്ങളാൽ സ്പ്ലിറ്റായിപ്പോയി ഇങ്ങനെ ആകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒരുപോലെയാണ്. ആ എബ്രഹാം പിന്നീട് നമ്മൾ കാണുന്നത് അവസാനം ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ മകൻ്റെ മരണത്തെ എങ്ങനെയാണ് ഇസ്ഹാക്ക് കാണുന്നത്, അല്ല എബ്രഹാം കാണുന്നത്? മകനെ എടുത്തുകൊണ്ട് പോവുകയാണ്. മകനെ എടുത്തുകൊണ്ട് പോകുമ്പം എബ്രഹാം ധൈര്യമായിട്ട് പോവുക. അപ്പം മകൻ ചോദിക്കുക, ഈ ആട് എവിടെയാ, മൃഗം എവിടെയാ? അപ്പോൾ എബ്രഹാം ചോദിക്കുക, അതൊക്കെ ദൈവം കരുതിക്കോളും. ഭയങ്കര കൂളല്ലേ എബ്രഹാം? അങ്ങനെ ആയിരുന്നോ നേരത്തെ എബ്രഹാം? അല്ല. എബ്രഹാമിന് എന്താ സംഭവിച്ചത്? റോമാലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത് 17 പറയുന്നത് 4:17 പറയുന്നത് 2 കാര്യങ്ങൾ എബ്രഹാം വിശ്വസിച്ചത് കൊണ്ടാണ് ധൈര്യമായിട്ട് കൊച്ചുമായിട്ട് യാഗമർപ്പിക്കാൻ പോയത്. എന്തൊക്കെയായിരുന്നു ആ 2 കാര്യങ്ങൾ? റോമാലേഖനം 4:17 എങ്ങനെയാണ് നമ്മൾ മരണത്തെ ഫേസ് ചെയ്യേണ്ടത്? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൽ. അപ്പൊ എന്തൊക്കെയാ വിശ്വസിച്ചത്? മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. അപ്പൊ ഇസ്ഹാക്കിനെ യാഗമായിട്ട് ബലി അർപ്പിക്കാം. എന്തുകൊണ്ട് അർപ്പിക്കാം? ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? മരിച്ച ഒരാളെ ഉയർപ്പിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിന് പറ്റും. അപ്പൊ ഇസ്ഹാക്കിലൂടെ ഉള്ളു വാഗ്ദത്തം. ദൈവം പറഞ്ഞേക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ ഇസ്ഹാക്കിനെന്നാ. അപ്പൊ ഇസ്മായിലിനെ കണക്കൂട്ടിയിട്ടില്ല. അപ്പൊ എബ്രഹാമിന്റെ തലമുറ വളർന്നു പെരുകി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആകുമെന്ന് എബ്രഹാമിന് അറിയാം. കാരണം അതൊരു കൽപ്പനയോടുകൂടിയ ആണയോടുകൂടിയ വാഗ്ദത്തമായിരുന്നു. അതുകൊണ്ട് ഉറപ്പായിട്ടും വലിയൊരു ജാതി ആകുമെന്ന് അറിയാം. പക്ഷെ ആകെ കിട്ടിയിരിക്കുന്നത് ഇസ്ഹാക്കിനെയാണ്. അപ്പോൾ അബ്രഹാമിന് പ്രായം 115ഓളമായി ഈ യാഗമർപ്പിക്കുന്ന സമയത്ത്. അപ്പം വെരി ഓൾഡ്, സാറായി മരിക്കാറാകുന്ന ടൈമിലാണ് ഈ യാഗമർപ്പിക്കാനുള്ള ഓർഡർ വരുന്നത്. അപ്പോൾ 99-ാം വയസ്സിൽ വിശ്വസിച്ചതിനേക്കാളും പാടാണ് 115-ാം വയസ്സിൽ വിശ്വസിക്കാൻ. പക്ഷെ എബ്രഹാമിന് ഒരു കാര്യം അറിയാമായിരുന്നു, എൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആകും, ഉറപ്പാണ്. ഓക്കെ, പക്ഷെ അതിനുള്ള കപ്പാസിറ്റി എനിക്കില്ല, എൻ്റെ ഭാര്യയ്ക്കുമില്ല, അതും ഉറപ്പാണ്. ഈ ആകെ ഉള്ള കൊച്ചു ഇസ്ഹാക്കാണ്, അതും ഉറപ്പാണ്. ഇസ്ഹാക്കിനെ ഞാൻ യാഗമർപ്പിച്ചാൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറാതെ പോകുമോ? ഇല്ല. കാരണം മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് വാഗ്ദത്തം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ഹാക്കിനെ ഞാൻ അറുത്താലും മുറിച്ചാലും യാഗം കഴിച്ചാലും കർത്താവിന് അവനെ പുനർജീവിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും. അടുത്ത വിശ്വാസം എന്താണെന്നറിയാമോ? ഇനി കർത്താവ് അവനെ പുനർജീവിപ്പിച്ച് തന്നില്ലെങ്കിൽ പോലും അടുത്ത വാക്യം, ഇല്ലാത്തടത്ത് നിന്ന് മക്കളെ പിടിച്ചു തരാൻ ദൈവത്തിന് സാധിക്കും എന്ന് പറഞ്ഞാൽ ഇസ്ഹാക്ക് വേണ്ട, പോയാ പോട്ടെ. അബ്രഹാം ഒരു കാര്യം കൂടെ കണ്ടു, ഇല്ലാത്തടത്ത് നിന്ന് കിട്ടുന്ന മക്കൾ, കല്ലിന്മേൽ നിന്ന് വേണേ മക്കളെ കൊടുക്കാൻ പറ്റും. അതായിരുന്നു എബ്രഹാമിന്റെ വിശ്വാസം. കർത്താവ് പറയുന്നുണ്ട്, എബ്രഹാമിന്റെ ഫെയ്ത്തും സാത്താന്റെ ഫെയ്ത്തും, നിങ്ങൾ സാത്താന്റെ പിള്ളേരാണ്, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്നാൽ എബ്രഹാമിന് വേണമെങ്കിൽ കല്ലുകളിൽ നിന്ന് വരെ മക്കളെ കൊടുക്കാൻ മാത്രമുള്ള വിശ്വാസം എബ്രഹാമിനുണ്ടായിരുന്നു. കാരണം ഇല്ലാത്തടത്ത് നിന്ന് മക്കളെ തരാനുള്ള ദൈവത്തിന്റെ കഴിവിൽ എബ്രഹാം വിശ്വസിച്ചു. ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ 2 കാര്യങ്ങൾ എബ്രഹാമിന് കിട്ടി. എബ്രായ ലേഖനത്തിൽ പറയുന്നത് പുനരുത്ഥാനത്തിൽ നിന്ന പോലെ ഇസ്ഹാക്കിനെ അവൻ തിരിച്ചു പ്രാപിച്ചു. അപ്പം പുനരുത്ഥാനം വർക്ക് ചെയ്തു. ഇനി രണ്ടാമത്തത്, ഇല്ലാത്തടന്ന് കിട്ടുന്ന പോലെ നമ്മളെപ്പോലെയുള്ള അനേകം ബഹുജാതികൾക്ക് എബ്രഹാം വിശ്വാസത്താൽ പിതാവായി തീർന്നു. അപ്പൊ 2 വാഗ്ദത്തം എബ്രഹാം സാധിച്ചെന്ന് മാത്രമല്ല, നമുക്കൊരു കൊച്ചുണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീട് ആ കൊച്ചിന് കൊടുത്താൽ മതി. വലുതാകുമ്പോൾ 2 പിള്ളേരുണ്ടായാലോ ഒരു വീട് പണിയേണ്ടി വരും. 10 പിള്ളേരുണ്ടെങ്കിലോ 10 വീട് പണിയുണ്ട്. 100 പിള്ളേരുണ്ടെങ്കിലോ 100 വീട് പണിയുണ്ട്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പിള്ളേരുണ്ടായാലോ? അപ്പൊ എബ്രഹാമിന്റെ തല പുകയേണ്ടതല്ലേ? എബ്രഹാം ഇസ്ഹാക്കിനോട് എന്താ പറയേണ്ടതെന്നറിയോ? നീ പോയി, നമ്മൾ വലിയ ജാതിയാകാൻ പോവാണ്, അതുകൊണ്ട് മാക്സിമം വീടുകൾ പണിതോണമെന്നല്ല പറഞ്ഞേ, പട്ടണങ്ങൾ പണിതോന്നല്ല. കാരണം നമ്മുടെ തലമുറകൾക്ക് വസിക്കണമെങ്കിൽ വീട് പോരാ, പട്ടണങ്ങൾ പണിയേണ്ടി വരും. അതുകൊണ്ട് നീ എവിടെ പോയാലും പട്ടണം പണിയണമെന്നാണോ ഇസ്ഹാക്കിനോട് പറഞ്ഞത്? അല്ല. ഇസ്ഹാക്കിനോട് പറഞ്ഞ്, മോനെ,
ദൈവം നമുക്ക് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് എല്ലാം തന്നിരിക്കുന്നത്. ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നാണ് മക്കളെ തരാൻ പോകുന്നത്. അതുകൊണ്ട് ഇത്രയും മക്കളെ തരുന്ന ദൈവം അവൻ ശില്പിയായി പണിയുന്ന അടിസ്ഥാനമുള്ളൊരു നഗരവും കൂടെ തരും. അതുകൊണ്ട് നമുക്ക് ടെന്റ് മതി മോനെ എന്ന് എബ്രഹാം ഇസ്ഹാക്കിനോട് പറഞ്ഞത് അവൻ പിതൃദേശം അന്വേഷിച്ചുകൊണ്ടാണ്. അത്രയും ഭയങ്കര വിശ്വാസിയാക്കി എബ്രഹാമിനെ മാറ്റിയത് അവൻ വാഗ്ദത്ത ദേശത്ത്. എന്നിട്ടും അത് വാഗ്ദത്ത ദേശമല്ല, അത് വാഗ്ദത്ത ദേശത്തിന്റെ ഒരു നിഴൽ മാത്രമാണ്. ഇതൊരു താൽക്കാലികമായ കാര്യമാണ്. ഇത് ദൈവം പണിത നഗരമല്ല, ദൈവം ശില്പിയായി പണിയുന്ന അടിസ്ഥാനമുള്ള ഒരു നഗരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്നും അവിടെയാണ് ഞാനും എൻ്റെ അവകാശികളും ഉണ്ടാകുന്നതെന്നും എബ്രഹാം പറയണമെങ്കിൽ അവൻ എന്തു ഭയങ്കര വിശ്വാസത്തിന്റെ ഉടമയായിരുന്നു ആലോചിച്ചു. എന്നിട്ട് പറയാണ്, പൗലോസ് പറയാണ്, എബ്രഹാം വിശ്വസിച്ച അതേ വിശ്വാസമുള്ളവർക്ക് ഈ പുനരുത്ഥാനത്തിലെ വിശ്വാസത്താൽ നീതീകരണം ലഭിക്കും. റോമാലേഖനം 4-ാം അധ്യായം. ഇത് വായിച്ചു നോക്കണേ സ്വസ്ഥമായിട്ട്. അപ്പൊ എബ്രഹാമിന് ഒന്നുമില്ലായ്മയിൽ നിന്ന് വിളിച്ച് അവന്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ബലഹീനമായ ഒരു ശരീരം, മുമ്പോട്ട് നോക്കുമ്പോൾ ഒന്നും പ്രത്യാശിക്കാനില്ല. പക്ഷെ എബ്രഹാമിന് ദൈവം ഒരു വിശ്വാസം കൊടുത്തു. ആ വിശ്വാസം എന്തായിരുന്നു? എവിടെ ചെന്നെത്തിയത്? ദൈവം ശില്പിയായി പണിയുന്ന അടിസ്ഥാനമുള്ള ഒരു നഗരത്തിൽ പുനരുത്ഥാനത്തോടു കൂടെ ഞാൻ ചെന്ന് പാർക്കുമെന്നുള്ള വിശ്വാസത്തിലേക്കാണ് എത്തിയത്. ഇനി അടുത്ത വാക്യം വായിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, 17-ാം വാക്യം. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിക്കുവാൻ ഇച്ഛിച്ചുകൊണ്ട് ഒരാണയാലും ഉറപ്പ് കൊടുത്തു. അപ്പൊ വാഗ്ദത്തത്തിന്റെ അവകാശികളെ നമുക്ക് ദൈവം എങ്ങനെ ഉറപ്പ് തന്നിരിക്കുന്നത്? ഒരാണയാലാണ് ഉറപ്പ് തന്നിരിക്കുന്നത്. അടുത്ത വാക്യം. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കുവാൻ ഇടവരുന്നു. അപ്പൊ പ്രത്യാശ നമ്മുടെ മുമ്പിലുണ്ട്, പിടിക്കാൻ പറ്റുന്നില്ല. നമുക്കറിയാം നമ്മളെ വിളിച്ചേക്കുന്ന സ്വർഗത്തിലേക്കാണ്, പക്ഷെ നമുക്ക് ഉറപ്പ് പ്രാപിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പോകുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം നമ്മുടെ ഉള്ളിൽ തത്തിക്കളിക്കുകയാണ്. ചിലപ്പോൾ പോകുമായിരിക്കും ബ്രദറെ, പോണമല്ലോ എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അല്ലാതെ പോകുമെന്ന് ധൈര്യമായിട്ട് പറയാനുള്ളൊരു വാഗ്ദത്തം നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിടിക്കാതെ വരുമ്പോൾ ശരണത്തിനായി നിങ്ങൾ കർത്താവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണെങ്കിൽ മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം നിങ്ങൾക്ക് ലഭിക്കും. ഈ രണ്ട് കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അടുത്ത വാക്യം. ആ പ്രത്യാശ, ഏത് പ്രത്യാശ? ഈ രണ്ട് കാര്യങ്ങളാൽ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തിയുള്ള പ്രബോധനം എന്ന പ്രത്യാശ നമ്മുടെ ആത്മാവിന് ഒരു നങ്കൂരം തന്നെ. അപ്പൊ നമ്മുടെ ആത്മാവിന്റെ നങ്കൂരം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ പ്രത്യാശ. അപ്പൊ ഈ നങ്കൂരം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നങ്കൂരം, എനിക്കത് പടം വരച്ച് കട്ട് ചെയ്തുകൊണ്ട് വരണമെന്നുണ്ട്. നങ്കൂരം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നത്? നങ്കൂരം എങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആങ്കർ. നിങ്ങൾ ആങ്കർ സ്വിച്ച് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പഴയ കാലത്ത്. ഇപ്പൊ ഉണ്ടോ ആങ്കർ? അറിയത്തില്ല. ഇല്ല, കുറഞ്ഞു തോന്നില്ലേ? ആങ്കർ എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ടായിരുന്നു. അതിനകത്ത് ഇതിന്റെ പടം ഉണ്ടായിരുന്നു. ഇങ്ങനെ നേരെ ഒരു കമ്പി പോലെ അതിനറ്റത്ത് ഇങ്ങനെ പിക്കാക്സ് പോലെ വളഞ്ഞിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? രണ്ട് ഹുക്ക ആങ്കറിന്, അതായത് നങ്കൂരം. ഇതിന് രണ്ട് ഹുക്കുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങളാലാണ് ഈ നങ്കൂരം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സമ്മതിച്ചോ? അപ്പൊ പ്രത്യാശയുടെ നങ്കൂർ, പ്രത്യാശ എന്ന് പറയുന്ന നങ്കൂരം എവിടെ ഉറപ്പിച്ചിരിക്കുന്നത്? രണ്ട് കാര്യങ്ങളാലാണ്. ഓക്കെ, അടുത്ത വാക്യം. അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കപ്പുറത്തേക്ക് കടക്കുന്നതുമാകുന്നു. അപ്പം ഈ നങ്കൂരം എവിടെ പോയി ഉറച്ചേക്കുന്നത്? നമുക്ക് കാണാവുന്ന സ്ഥലത്തല്ല, കാണാത്ത സ്ഥലത്താണ്. അപ്പൊ നിത്യതയിലാണ്, തിരശീലയ്ക്ക് അപ്പുറത്താണ് ഈ നങ്കൂരം, പ്രത്യാശയുടെ നങ്കൂരം പോയി ഉറച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ രണ്ട് ഹുക്ക് വേണം. ആ തിരശീലയ്ക്ക് അപ്പുറത്ത് രണ്ട് ഹുക്കുണ്ട്. അതായത് ഒരിക്കലും മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയാത്തതുമായ രണ്ട് ഹുക്കുകൾ എവിടെയുണ്ട്? ഈ തിരശീലയ്ക്ക് അപ്പുറത്തുണ്ട്. ആ ഹുക്കിലേക്കാണ് നമ്മുടെ നങ്കൂരം പോയി ഉടക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ലോകം മുഴുവൻ പറഞ്ഞു പോയാലും നമ്മുടെ പ്രത്യാശ മാത്രം ഇളകാത്ത രീതിയിലാണ് കർത്താവ് ഈ പ്രത്യാശയെ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? ആർക്കറിയാം, മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? ഓക്കെ, എന്തെങ്കിലും ആട്ടെ. എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ? അടുത്ത വാക്യം. അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അപ്പം
ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് എന്താ ഉള്ളത്? യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി അപ്പുറത്തുണ്ട്. അപ്പൊ നമ്മുടെ പ്രത്യാശയുടെ ഹുക്ക് എന്തിന്മേലായിരിക്കും? യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്മേലായിരിക്കും അല്ലേ? ആണോ? അപ്പൊ നമ്മൾ പ്രത്യാശിക്കുന്ന നമ്മൾ നന്നായി രക്ഷപ്പെടുമെന്നല്ല, ആ പുരോഹിതന്റെ മധ്യസ്ഥതയാൽ, യാഗത്താൽ അവൻ എന്നെ രക്ഷിക്കാൻ ശക്തിയുള്ളവനാണെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം. കാരണം നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു കപ്പൽ പോകുമ്പം ആ കപ്പലിലെ നങ്കൂരം എറിയുന്നു. ആ നങ്കൂരം വളഞ്ഞ ആ കപ്പലിന്റെ തന്നെ ഒരു പുറത്ത് വന്ന് കൊള്ളുന്നു. ആ നങ്കൂരത്തിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഉണ്ടോ? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? ഒരു നങ്കൂരം എറിയുമ്പോൾ അതേ കപ്പലിൽ തന്നെ നങ്കൂരം ഉടക്കിയാൽ ആ നങ്കൂരത്തിന് ഉറപ്പുണ്ടോ? ഇല്ല. കപ്പൽ മറിയുമ്പം മറിയും. കാരണം എങ്ങോട്ടും പിടുത്തമില്ല. കാരണം നങ്കൂരം എവിടെ പിടിച്ചേക്കുന്നത്? കപ്പലിൽ തന്നെ അല്ലേ? അപ്പം എത്ര കൊടുങ്കാറ്റടിച്ചാലും കപ്പൽ പോകാതിരിക്കണമെങ്കിൽ നങ്കൂരം എവിടെ ഉടക്കണം? ഉറപ്പുള്ളൊരു സ്ഥലത്ത് ഉടക്കണം അല്ലേ? നമ്മുടെ പ്രത്യാശ പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യാശ മുഴുവൻ ഉടക്കിയേക്കുന്നത് നമ്മളിൽ തന്നെയാണ്. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് ഞാൻ കുറച്ചുകൂടെ നന്നായി പൊക്കോളാന്ന്. ഇപ്പൊ കൊടുങ്കാറ്റടിക്കുമ്പോൾ ഞാൻ എതിലേ പോയിന്ന് പോലും അറിയാൻ പറ്റില്ല, അത്രയും ബലം എനിക്കുള്ളൂ. അപ്പൊ ഈ നങ്കൂരം എന്നിൽ തന്നെ ഇട്ടാൽ എന്ത് സംഭവിക്കും? ഒരിക്കലും ആ നങ്കൂരം പ്രത്യാശയ്ക്ക് ഒരു ഉറപ്പുണ്ടാവില്ല. കാരണം എന്താ? നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ നന്നാവുന്ന. എന്നാൽ ബൈബിള് പറയുന്നു ഒരിക്കലും നീ നന്നാവാൻ പോകുന്നില്ലെന്ന്. വായിച്ചിട്ടുണ്ടത്? നമ്മൾ എത്ര ഉപവാസ പ്രാർത്ഥന എടുത്താലും നന്നാവാൻ പോകുന്നില്ല. കാരണം എന്താ? അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ഈ പഴയ ജഡം നന്നാകാത്തത് കൊണ്ട് അതിനെ ക്രൂശിൽ തറച്ചു. പരിച്ഛേദനയിലൂടെ പഴയ ജഡത്ത് ഉരിഞ്ഞു കളഞ്ഞു. നന്നാക്കാൻ നിങ്ങൾ എത്ര വിചാരിച്ചാലും തീരുമാനം നന്നാക്കാൻ പറ്റില്ല. കാരണം അതുപോലെ ഹോർമോണുകളാണ് നമുക്ക് വരുന്നത്. എനിക്ക് ആഗ്രഹമുണ്ട് അയാളോട് ക്ഷമിക്കണമെന്ന്. ക്ഷമിച്ചു ബ്രദറെ എന്ന് 10 പ്രാവശ്യം പറയുകയും ചെയ്തതാ. പക്ഷെ ഉള്ളിൽ നിന്ന് സാധനം വരുന്നില്ലെന്നേ. എനിക്ക് എൻ്റെ ഫ്രണ്ടിനോട് ക്ഷമിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, സ്നേഹിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വരണ്ടേ, ഈ സ്നേഹം എന്ന് പറഞ്ഞ സാധനം ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. എന്താ ചെയ്യാൻ പറ്റും? തീരുമാനം എടുത്തേക്കുവാ, ജനുവരി 1-ാം തീയതി ഈ വർഷം എല്ലാവരെയും സ്നേഹിക്കും, എല്ലാവരോടും ക്ഷമിക്കും. നടക്കുമോ? ഉറപ്പായിട്ട് നടക്കില്ല. കാരണം ഈ സാധനം നമ്മുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ആവുന്നില്ല. നമ്മൾ ബലഹീനരാ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ എത്ര തീരുമാനം എടുത്താലും ഈ ശരീരത്തിന്മേൽ വസിക്കുന്ന പാപത്തിന്റെ പ്രവണത കാരണം വീണ്ടും വീണ്ടും നിങ്ങൾ അടിമത്തത്തിലോട്ട് പോവുള്ളൂ. കാരണം ഈ ശരീരം നമ്മളെ സമ്മതിക്കുകയില്ല നന്നാവാൻ. അപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ശരീരത്തിൽ തന്നെ ഇത് നന്നായിക്കോളൂന്നും പറഞ്ഞുകൊണ്ട് ഒരു നങ്കൂരം ഇട്ടാൽ ശരീരം പൊളിഞ്ഞു പോവും, നമ്മളും പൊളിഞ്ഞു പോവുള്ളൂ. പിന്നെ എവിടെ നങ്കൂരം വീഴണം? തിരശീലയ്ക്കപ്പുറത്ത് നമുക്കായി യാഗമർപ്പിച്ച കർത്താവിൻ്റെ അടുത്തേക്ക് മാറിപ്പോകാത്തതും ദൈവത്തിന് ബോഷ്ക്ക് പറയാൻ കഴിയാത്തതുമായ സ്ഥിരമായി സ്ഥാപിക്കപ്പെട്ട ആ ഹുക്കിലേക്ക് നമ്മുടെ പ്രത്യാശ പിടിക്കപ്പെട്ടെങ്കിൽ മാത്രമേ പൂർവ്വകാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർക്കുണ്ടായിരുന്ന ആ പ്രത്യാശയിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാൻ സാധിക്കുകയുള്ളൂ. ഇനി എന്താണ് ഈ 2 കാര്യങ്ങളെന്ന് അന്വേഷിക്കാം. അതുകൂടെ പറഞ്ഞ ശേഷം നമുക്ക് മരിച്ചാൽ എങ്ങോട്ട് പോകും എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം. എങ്ങനെ മരിക്കണം എന്നുള്ള വിഷയത്തിലേക്കും നമുക്ക് വരാം. പെട്ടെന്ന് നിങ്ങൾക്ക് അത് കേൾക്കാൻ വേണ്ടി ധൃതിയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് പറയാതെ ഞാൻ അങ്ങോട്ട് പോവില്ല. ഓക്കെ, ഒരു പുരോഹിതൻ ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? പറയാം. ഞാനൊരു ഓർത്തഡോക്സുകാരനാണ്. ഓർത്തഡോക്സിൽ അച്ഛൻ 2 കാര്യമാണ് ചെയ്യുന്നത്. എല്ലാ പുരോഹിതന്മാരും 2 കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, പൂജ അല്ലെങ്കിൽ ബലി അർപ്പിക്കുന്നു. മറ്റൊന്ന്, അവിടെ നിൽക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതാണ് 2 പണികൾ. ഓർത്തഡോക്സിൽ അച്ഛനാണെങ്കിൽ നമ്മൾ ഒരു 50 രൂപ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. അവിടെ എഴുതി വെക്കും, ഇന്നാര് 50 രൂപ വന്നിട്ടുണ്ട്, കർത്താവ് അവൻ്റെ അനുഗ്രഹം പ്രത്യേകമായിട്ട് കൊടുത്തേക്കണമെന്ന് പറയും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ കുർബാന ഏറ്റെടുത്ത് കഴിക്കുന്നത്, അല്ലെങ്കിൽ കുർബാന നേരുക എന്നൊക്കെ പറയും. ഓക്കെ, പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്, അതിൻ്റെ കൂടെ ആണയില്ല. അവരാണയോടുകൂടി പുരോഹിതന്മാരായവരല്ല. 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആണയോടുകൂടി പുരോഹിതനായവനെ കുറിച്ചുള്ള ആണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സദാകാലത്തേക്ക് ഒരു പുരോഹിതൻ എന്നാണ്. അങ്ങനെ ഒരു ആണ ലോകത്തുള്ള ഒരു പുരോഹിതനും ഇല്ല. കാരണം അവർ മരണത്താൽ നീക്കപ്പെടുന്നവരായതുകൊണ്ട്. പുരോഹിതന്മാരായി തീർന്നവർ അനേകരാകുന്നു. റോമാലേഖനം 7:24. ഇവനോ ആണയോടുകൂടി പുരോഹിതനായ. അപ്പൊ യേശുക്രിസ്തുവിൻ നമുക്ക് തരുന്ന ഉറപ്പെന്ന് പറയുന്ന ആണയോടുകൂടിയുള്ള ഉറപ്പും, ഓർത്തഡോക്സിൽ അച്ഛൻ തരുന്ന ഉറപ്പെന്ന് പറയുന്ന ഒരാണയില്ലാത്ത കുറുപ്പിന്റെ ഉറപ്പെന്ന് പറയുന്ന പോലത്തെ ഉറപ്പുമാണ്. പഴയകാലത്ത് ഒരു പ്രയോഗം അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പഴയ വാക്ക് ചാക്ക് എന്നൊക്കെ പറയുന്നതല്ലേ, ഓർമ്മയുണ്ട്? അവൻ്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ്, ഏത് സമയത്തും കീറിപ്പോവാം. അങ്ങനെയുള്ള ഉറപ്പുകളെ നമുക്കുള്ളൂ. ഇപ്പം അല്ലെങ്കിൽ നമുക്ക് അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഉറപ്പില്ല എന്ന്, അല്ലേ? മരിക്കാൻ നേരത്ത് കുർബാന
കഴിച്ച് എല്ലാ പാപവും ഒഴിപ്പിച്ചിട്ട് മരിച്ചാലും 9-ാം ദിവസം അച്ഛൻ പിന്നെയും ഒന്ന് കുർബാന ചൊല്ലും. അപ്പോൾ പിന്നെ അവസാനം മോമെന്റ് ചെയ്ത പാപം കൊണ്ട് ക്ഷമിച്ചു. പിന്നെ 40-ാം ദിവസം വരും, 1 വർഷം കഴിഞ്ഞ് വരും. അപ്പോൾ ഒരിക്കൽ പോലും ഉറപ്പില്ല ഇത് ഏതെങ്കിലും ഒരു കുർബാന ജയിച്ചോന്നോ, ഏതെങ്കിലും ഒരു കുർബാന കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്നോ ലോകത്തിലുള്ള ഒരു അച്ഛനും ഉറപ്പ് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പൊ പെന്തക്കോസ്തുകാർ ഏതാണ്ട് അങ്ങനെ ആയിട്ടുണ്ട്. ഈ അവരുടെ കുർബാനയ്ക്ക് പകരം ഇപ്പൊ കർത്തൃമേശയുടെ സമയത്ത് മാനസാന്തരപ്പെടും, അപ്പൊ ക്ലീൻ ആവും. പിന്നെ അടുത്ത കർത്തൃമേശയ്ക്കാണെങ്കിൽ മാനസാന്തരപ്പെടും. ഇതിനിടെ കർത്താവ് വന്നാൽ പോകില്ല, ആ സമയത്ത് പോകും. അപ്പൊ നമ്മൾ ചോദിക്കേ എല്ലാ ആഴ്ച കർത്തൃമേശ എടുത്താൽ എന്നാ കുഴപ്പം ചോദിച്ചാൽ പറയാതെ ഒരുക്കം ഇല്ലാതെ പോയാൽ ശരിയാവില്ല, നല്ല ഒരുങ്ങിയേ പോകുള്ളൂ. അപ്പം നമുക്ക് ഒരുക്കം ആകെ മാസത്തിൽ 1 പ്രാവശ്യം ഉള്ളൂ എന്നർത്ഥം. ശരിക്കും പറഞ്ഞ ഏത് പാതിരാത്രി നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടവരല്ലേ? പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. ഈ കത്തോലിക്കരെ പോലെ നമ്മളുമായി, അതായത് അന്ന് അച്ഛനോട് കുമ്പസാരിക്കുന്നില്ല, പാസ്റ്ററോട് കുമ്പസാരിക്കുന്നില്ല, പകരം കർത്താവിനോട് കുമ്പസാരിക്കുന്നു, കുർബാന എടുക്കുന്നു. പിന്നെ 3-4 മാസം പാപം ചെയ്യുന്നു, അല്ല 2 മാസം 1 മാസം പാപം ചെയ്യുന്നു, പിന്നെ കർത്തൃമേശയുടെ മുമ്പ് കുമ്പസാരിക്കുന്നു, കുർബാന എടുക്കുന്നു. അതിനിടയിൽ കർത്താവ് വന്ന് നമ്മൾ പോകാവുന്ന കാര്യം വളരെ സംശയത്തിൽ. എങ്ങനെയുണ്ട്? ശരിയായോ? ഇപ്പോൾ ഏകദേശം അവർ 500 വർഷം കൊണ്ടാണ് അവരങ്ങനെ ആയത്. AD 500 ഇവരിങ്ങനെ ആയത്. നമ്മൾ വെറും 150 വർഷം കൊണ്ട് അവരെക്കാളും കഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്തെങ്കിലും കേട്ടോ? ഓക്കെ. അപ്പോൾ ഈ കുർബാനകൾക്കൊന്നും സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നുള്ളൊരു വാഗ്ദത്തം തരാൻ പറ്റുന്നില്ല. അതെല്ലാം നമ്മൾ കഴിച്ചു പോകുന്നുള്ളതല്ലാതെ ഒരു പ്രയോജനമില്ല, വാഗ്ദത്തമില്ല. കാരണം ആണയോട് കൂടിയുള്ള പൗരോഹിത്യമല്ല. നിങ്ങളോട് ആരെങ്കിലും ആണ ഇട്ടാൽ തന്നെ അടുത്ത വർഷം അയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാൻ മേല, അപ്പം ആണയ്ക്കൊരു പ്രസക്തിയുമില്ല. എന്നാൽ കർത്താവിൻ്റെ യാഗം അങ്ങനെ അല്ലായിരുന്നു. അവൻ ഏകയാഗത്താൽ നമുക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഒരിക്കലായി അവൻ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത വലിപ്പം ദൈവമുള്ളൊരു കൂടാരത്തിൽ പശുക്കിടാങ്ങളുടെയും ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെ രക്തത്താലല്ല, അവൻ സ്വന്തം രക്തത്താൽ എന്നേക്കുമായി ഒരു യാഗം അർപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ എന്നേക്കുമായി രക്ഷയൊരുക്കി. ദാറ്റ് മീൻസ് ബൈ വൺ സാക്രിഫൈസ് ഹി സേവ്ഡ് എവ്രി വൺ ഹു ബിലീവ്സ് ഇൻ ഹിം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ പാപസംബന്ധമായി മരിക്കേണ്ടവനായിരുന്നു. എൻ്റെ സ്ഥാനത്ത് കർത്താവ് ആ ഒരു ഏക യാഗം കഴിച്ചതിനാൽ, അത് പരിപൂർണമായൊരു യാഗമായിരുന്നതിനാൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ പാപങ്ങൾക്ക് ഇനി ശിക്ഷയില്ല. അതാണ് ആദ്യത്തെ ഹുക്ക്. സംജ. ഇനി രണ്ടാമത്തെ ഹുക്ക്. എന്താണ് രണ്ടാമത്തെ ഹുക്ക്? യേശു കർത്താവ് മരിക്കുന്നതിന് നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പ്രാർത്ഥന ലിസ്റ്റ് ഉണ്ടായിരിക്കും, അല്ലേ? ചിലപ്പോൾ മനസ്സിലെങ്കിലും കാണുമല്ലോ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ. നഴ്സറി പിള്ളേരാണെങ്കിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ അപ്പനെ അമ്മയെ അനുഗ്രഹിക്കണേ, ചേട്ടനെ അനിയനെ അനുഗ്രഹിക്കണേ, അയൽപക്കത്തെ ആൾക്കാരെ അനുഗ്രഹിക്കണേ, ക്ലാസ്സിലെ ടീച്ചേഴ്സിനെ പിള്ളേരെ അനുഗ്രഹിക്കണേ, ആമേൻ. അപ്പോൾ ലിസ്റ്റ് ഉണ്ട്. നമ്മൾ പ്രായമായി കഴിയുമ്പോൾ കുറച്ചുകൂടെ ലിസ്റ്റ് വലുതാവും. അതേ പ്രാർത്ഥന തന്നെയാണ്. നമ്മുടെ അയൽപക്കത്ത് ഇന്നാരെ അനുഗ്രഹിക്കണേ, അവരുടെ മക്കളെ അനുഗ്രഹിക്കണേ, അമേരിക്കയുള്ളവനെ അനുഗ്രഹിക്കണേ, ബിൽ ക്ലിൻ്റൺ അല്ലല്ലോ പോരെ, ബൈഡനെ അനുഗ്രഹിക്കണേ, മോദി അനുഗ്രഹിക്കണേ. ഇത് നീണ്ടു 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 പോകുന്നുള്ള നമ്മുടെ പ്രായമാകുമ്പോൾ അത്രയും വളർച്ചയെ നമുക്കുള്ളൂ. പിള്ളേർ ഇരുന്നിരുന്ന് ഉറങ്ങും. ഇവരിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ഇവർക്കൊരു താല്പര്യമില്ല. പിള്ളേർക്കൊരു താല്പര്യമില്ല. പിള്ളേർക്ക് അവർ രക്ഷപ്പെടണമെന്ന് പോലും താല്പര്യമില്ല. അപ്പോഴാണ് ഈ നാട്ടുകാർ മുഴുവൻ. അപ്പോൾ 1-2 മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോഴേക്കും പിള്ളേർ ഇവിടെ നിന്ന് ഉറങ്ങും. മടുപ്പ്, അവർക്ക് TV കാണാൻ പറ്റുന്നില്ല, ക്രിക്കറ്റ് കാണാൻ പറ്റുന്നില്ല. അമ്മയുടെ പ്രാർത്ഥന കാരണം പതുക്കെ പതുക്കെ ഇവർ ഇതിനെല്ലാം വെറുക്കാൻ തുടങ്ങും. ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെ കഴിയുമ്പോൾ പിള്ളേർക്ക് അങ്ങ് മടുക്കും. അമ്മ വിചാരിച്ചിരിക്കുന്ന 1 മണിക്കൂർ അവൻ ചുമ്മാ കഷ്ടപ്പെട്ട് ദേഷ്യപ്പെട്ട് കുത്തിയിരുന്നാൽ അതെല്ലാം അനുഗ്രഹമാണ്. പക്ഷെ അവൻ്റെ മനസ്സുകൊണ്ട് അവൻ വെറുക്കുവാണ്. കാരണം അവന് ഇതിനോടൊന്നും ഒരു കണക്ഷൻ ഇല്ല. ഇന്നത്തെ പിള്ളേർക്ക് സ്വന്തം അപ്പനോടും അമ്മയോടും പോലും സ്നേഹമില്ല, പിന്നെ ആ നാട്ടുകാരോട്. ഓക്കെ, ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് പിള്ളേരെ ശ്വാസം മുട്ടിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളോട് ഉണ്ടാവില്ല, വിശ്വാസത്തിലും ഉണ്ടാവില്ല. കാരണം അവരിതിനെ വെറുക്കും. നിങ്ങളൊരു കാര്യം ആലോചിച്ചെങ്കിൽ, പിള്ളേർക്ക് TV കാണുന്നതാണോ പ്രാർത്ഥിക്കാനിരിക്കുന്നതാണോ ഇഷ്ടം? ഏതാ ഇഷ്ടം? TV കാണുന്ന ഇഷ്ടം. അപ്പോൾ നിങ്ങൾ നീട്ടി കൊണ്ടുപോകുന്നവർ നിങ്ങളുടെ പ്രാർത്ഥനയോട് തന്നെ ഇവർക്ക് വൈരാഗ്യവും. അപ്പോൾ രക്ഷിക്കപ്പെടാതെ പിള്ളേർക്കൊന്നും കർത്താവിന് മുമ്പ് ഇരിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റില്ല. അത് അവരുടെ ആത്മാവ് പ്രേരിപ്പിക്കുന്നവരെ, പത്യോപദേശം അവരുടെ ഉള്ളിൽ എത്തുന്നവരെ നമ്മൾ ചിലപ്പോൾ പഠിക്കേണ്ടതായിട്ടൊക്കെ വരും. പക്ഷെ അവരെ മടുപ്പിക്കുകയല്ല, കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിപ്പിക്കുകയാണ് നമുക്ക് വേണ്ടത്. ഇതൊക്കെ പറയാൻ എളുപ്പമാണെങ്കിലും പാടാന്ന് നമുക്കറിയാം. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കർത്താവ് പ്രാർത്ഥിക്കാൻ പോയപ്പോഴും പിതാവിൻ്റെ അടുക്കിലേക്ക് കൊടുക്കുന്ന ഒരു പ്രാർത്ഥന ലിസ്റ്റ് കർത്താവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ അത്ഭുതം എന്താണെന്നറിയോ? ആ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നു. അങ്ങനെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പേര് കണ്ടിട്ടുണ്ട് ബൈബിളിൽ. നിങ്ങളുടെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണിച്ചു തരാം. അപ്പോൾ വിശ്വസിക്കുമോ? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായമാണ് മഹാപുരോഹിത പ്രാർത്ഥന. അപ്പം മഹാപുരോഹിതൻ യാഗമർപ്പിക്കുക മാത്രമല്ല, അവൻ നമുക്ക് വേണ്ടി അഭയാചന കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, 17-9 വായിച്ചേ.
ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി അല്ല. അപ്പൊ ഞാൻ അപേക്ഷിക്കുന്ന ആർക്ക് വേണ്ടിയല്ല? ലോകത്തിന് വേണ്ടിയല്ല, അവർക്ക് വേണ്ടിയാണ്. അപ്പൊ ലിസ്റ്റിനകത്ത് ലോകം മുഴുവനില്ല, പിന്നെ ആരേ ഉള്ളൂ? അവർ മാത്രമേ ഉള്ളൂ. അവരാരാന്നറിയോ? പത്രോസ്, അന്ത്രയോസ് തൊട്ട് യൂദാ ഇസ്കറിയോത്തും അല്ലാതെ ബാക്കിയുള്ളവരെല്ലാവരും 11 പേരാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ കർത്താവിന്റെ ലിസ്റ്റിൽ ഇപ്പൊ എത്ര പേരെ കണ്ടു? എത്ര പേര് കണ്ടു? 11 പേര് കണ്ടു. ഓക്കെ, ഇനി 20-ാം വാക്യം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ ഞാൻ അപേക്ഷിക്കുന്നു. അപ്പൊ അതിനകത്ത് ആരൊക്കെയുണ്ട്? വിശ്വസിക്കുന്ന എല്ലാവരും ഉണ്ട്. അപ്പൊ എൻ്റെ പേരും കർത്താവ് ആർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്? പിതാവിന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ ചെയ്സിന് വേണ്ടിയും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൻ വഴിതെറ്റി പോകരുത്, കൈവിട്ടു പോകരുത്, അവനെ രക്ഷിക്കാൻ ഒരു സുവിശേഷകനെ നീ അയച്ചോണം. അവൻ ആദ്യമൊക്കെ നോ പറയും, സമ്മതിക്കരുത്. അവൻ എങ്ങനെയെങ്കിലും രക്ഷിച്ചേക്കണം, കാരണം എനിക്ക് അവനോട് ഭയങ്കര സ്നേഹമാണ്, അവന് വേണ്ടിയാണ് ഞാൻ മരിക്കുന്നത്. ആരാ പ്രാർത്ഥിച്ചത്? കർത്താവ്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പിതാവ് കേട്ടില്ല എന്ന് വരും, പക്ഷെ കർത്താവ് പ്രാർത്ഥിച്ച ഉറപ്പായിട്ടും കേൾക്കും. ശരിയാണോ? അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ആരാ? കർത്താവ്. ഇനി എബ്രായ ലേഖനം 7:25 നോക്കി. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യാൻ ഒരു മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ട്. അപ്പൊ 2 ഹുക്കുകളാൽ ഞാൻ ആശ്രയിക്കുക. ഞാൻ എങ്ങനെയാണ് സ്വർഗത്തിൽ പോകുന്ന പ്രത്യാശ വെച്ചേക്കുന്നത്? ഒന്ന്, എനിക്ക് വേണ്ടി അവൻ കഴിച്ച യാഗം, ആ രക്തം ഇന്നും എന്നോട് ഗുണകരമായി സംസാരിക്കുന്നു. പോയിന്റ് നമ്പർ 1, ഹുക്ക് നമ്പർ 1. ഹുക്ക് നമ്പർ 2, അവൻ ഇന്നും എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പിതാവിന്റെ അടുക്കൽ പുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്നു. എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, ചെയ്സ് വിട്ടേക്കല്ലേ, അവന് വേണ്ടിയാണ് ഞാൻ മരിച്ചത്, എൻ്റെ രക്തം കൊടുത്താണ് അവനെ വീണ്ടെടുത്തത്, അത് വെറുതെ ആയി പോകരുത്, നീ അവനെ രക്ഷിക്കണമെന്ന് പിതാവിനോട് ആരാ അപേക്ഷിക്കുന്നത്? പുത്രൻ. ആ പുത്രന്റെ അപേക്ഷയെ പിതാവ് ബൈപ്പാസ് ചെയ്യുകയില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? സ്വർഗത്തിൽ പോവോ? അപ്പൊ ഇത്രയും ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മരണത്തെ നേരിടാം. ഓക്കെ ആണോ? നമുക്ക് മരണം എന്ന വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പൊ പ്രത്യാശയോടെ വേണം നമ്മൾ നമ്മുടെ മരണത്തെ കാണാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ മരണത്തെക്കുറിച്ച് നമുക്ക് 2 പോസിബിലിറ്റി ആണ്. ഇപ്പൊ എനിക്ക് മരിക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതേ സമയത്ത് ജീവിക്കണമെന്നും ആഗ്രഹമുണ്ട്. എന്തുകൊണ്ട് ആഗ്രഹമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ തീരണം, അതുവരെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. മരിക്കാൻ കർത്താവ് വിളിച്ചാലും സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ആറ്റിറ്റ്യൂഡ്. ഞാൻ ജീവിക്കുന്ന അവസാന മൊമെന്റ് വരെ കർത്താവിനെ വെളിപ്പെടുത്താൻ എൻ്റെ ചുറ്റും ആൾക്കാരുണ്ട്. അവസാന മൊമെന്റ് വരെ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തണം, അത് കഴിഞ്ഞ് മരിച്ചാലും മഹത്വപ്പെടുത്തണം. അപ്പം എല്ലാ സമയത്തും ജീവനായാലും മരണമായാലും എനിക്ക് സമ്മതമാണ് എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യൻ വ്യൂ പോയിന്റ്. ഇനി മേലാ പറയരുത് കഴിഞ്ഞ ആഴ്ച മരിക്കാൻ ഞാൻ സ്തോത്രമൊന്നും പറയോ? ഇന്നാലും പറയും, ഇത് മറന്നുപോകും, ഞാൻ പറയുന്നതെല്ലാം മറന്നുപോകും. പിന്നെയും പ്രാർത്ഥിക്കാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി വരും. ഓട്ടോമാറ്റിക്കലി പറഞ്ഞ് ശീലിച്ചുകൊണ്ടേ ഈ യാക്കോബക്കാരും കത്തോലിക്കരൊക്കെ എഴുതി വെച്ച പ്രാർത്ഥന ചൊല്ലുന്നെങ്കിൽ നമ്മൾ എഴുതി വെക്കുന്നില്ലെന്നേ ഉള്ളൂ. കുറേ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളിതെല്ലാം കാണാപ്പാടം പഠിക്കും. ഒന്ന് മാറ്റണം കേട്ടോ, പ്രെയർ ഒന്ന് മാറ്റി പ്രാർത്ഥിക്കണം. കാരണം എന്നാലും നമുക്കൊരു പുതുമ തോന്നുള്ളൂ. ഇത് കുറേ കഴിയുമ്പോൾ നമ്മൾ കാണാതെ പഠിച്ച വാക്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ചിലപ്പോൾ ദൈവം എന്നുള്ളതൊന്നും മുഴുവൻ പറയില്ല, കാരണം അതൊക്കെ പറഞ്ഞ് അങ്ങ് മടുത്ത് സ്പീഡായിപ്പോയി, ഹൈ സ്പീഡായിപ്പോയി അല്ലേ. ഇന്ന് അങ്ങനെ പറയുള്ളൂ. അപ്പോൾ എല്ലാം അറിയാം, ഓട്ടോമാറ്റിക്കലി അത് പടപടപടപടാന്ന് വരും, വാക്കുകളൊന്നും ക്ലിയർ ആയിരിക്കില്ല. ഇതെല്ലാം ഒന്ന് മാറ്റണം, ഒന്ന് മാറ്റി പിടിച്ച് നോക്കി. കർത്താവിനോട് ഒരു അപ്പനോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചേ, എൻ്റെ കർത്താവെ, എന്നെ രക്ഷിക്കാൻ നിനക്ക് കരുണ തോന്നിയതിനായിട്ട് സ്തോത്രം. ഞാനൊരു പൊട്ടനും നശിച്ചു പോകുന്നവനുമായിരുന്നു. കർത്താവ്, എൻ്റെ നേരെ നീ കൈ നീട്ടി നീ എന്നെ രക്ഷിച്ചത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ഭുതമാണ്. ഇത്രയും ഭയങ്കര സ്നേഹം നീ എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം. എനിക്ക് ഒരു യോഗ്യതയില്ല നിൻ്റെ മുമ്പിൽ നിൽക്കാൻ, എന്നാലും നിനക്ക് എന്നോട് രക്ഷിക്കാൻ സ്വന്തം പുത്രനെ തരാൻ നിനക്ക് എന്നോട് കരുണ തോന്നിയതിനായിട്ട് സ്തോത്രം. എന്നും പ്രാർത്ഥിക്കാനിരിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ഈ യാഗത്തെ ഓർത്ത് അവനെ ഒന്ന് സ്തോത്രം ചെയ്ത്, എന്നെ രക്ഷയെ ഓർത്തൊന്ന് രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ചറപറ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന അവസാനിപ്പിച്ചിട്ട് കർത്താവിൻ്റെ വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ മരണത്തെ നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ്? ദൈവമേ, നിൻ്റെ ഇഷ്ടം, ജീവിച്ചാലും മരിച്ചാലും കർത്താവിൻ്റെ മഹത്വം ആണ് നമുക്ക് ഉദ്ദേശം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വിശ്വാസി മരിച്ചാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? എങ്ങോട്ട് പോകുന്നുള്ളതിലേക്ക് നമുക്ക് വരാം.
ഒരു വിശ്വാസി മരിച്ചാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അടുത്തുള്ള ഒരു ബ്രദർ, എൻ്റെ അമ്മ മരിച്ചു. അമ്മ വളരെ പ്രായമായ അമ്മയായിരുന്നു. ഈ അമ്മ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ അമ്മയോട് ആ പിള്ളേർക്കും കൊച്ചുമക്കൾക്കെല്ലാം ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അമ്മ ഒരു പാവം അമ്മയായിരുന്നു, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയായിരുന്നു. ഈ കൊച്ചുമക്കൾ അമ്മേനെ കണ്ടാണ് വളർന്നത്. അപ്പോൾ ഈ അമ്മ മരിച്ചപ്പോൾ കൊച്ചുമക്കൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ അവരുടെ അപ്പം പറഞ്ഞു, ഒരൊറ്റ ഒരുത്തിനും കരഞ്ഞു പോയേക്കരുത്, അമ്മ സ്വർഗത്തിലാണ്, സ്വർഗത്തിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കരയുന്നത് ശരിയല്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങളുടെ അഭിപ്രായം എന്താ? എനിക്കതിനോട് ഒരു യോജിപ്പും ഇല്ല. നമ്മൾ ശരിക്ക് കരയണം എന്നുള്ളൊരു പോളിസിക്കാരനാണ് ഞാൻ. അതിൻ്റെ കാരണം പ്രത്യാശ ഇല്ലാത്തതുകൊണ്ടല്ല. പ്രത്യാശ ഇല്ലാത്ത ശേഷം മനുഷ്യരെ പോലെ നമ്മൾ വിലപിക്കരുത്, പക്ഷെ പ്രത്യാശ ഉള്ളവരെ പോലെ വിലപിക്കാം. അങ്ങനെ വിലപിക്കുന്ന ആൾക്കാരെ ബൈബിൾ കണ്ടിട്ടുണ്ടോ? സ്തെഫാനോസ് മരിച്ചപ്പോൾ അവർ വലിയൊരു പ്രലാപം കഴിച്ചു, ഒരു ദുഃഖാചരണം നടത്തി. പോയല്ലോ എന്നുള്ള വിഷമം. സ്തെഫാനോസ് മരിച്ചപ്പോൾ എല്ലാവർക്കും വിഷമമായിരുന്നു, ശരിയല്ലേ? അതുപോലെ തബീഥ മരിക്കുമ്പോൾ അവൾ വീണ്ടും ജീവിച്ചെങ്കിൽ പോലും അവൾ മരിച്ചപ്പോൾ എല്ലാവരും സങ്കടപ്പെട്ടു, വിഷമിച്ചു. അവൾ ഉണ്ടാക്കിയ തുണികളെല്ലാം എടുത്തുകൊണ്ട് വന്ന് കരയുന്ന. അപ്പോൾ ശരിക്കും വിലാപം എന്ന് പറയുന്നതും കരച്ചിലെന്ന് പറയുന്നതും എല്ലാ മരണത്തിൻ്റെയും കൂടെ ഉണ്ടാകണം. കരയുന്നതിൽ ഒട്ടും മടിക്കാൻ പാടില്ല. കാരണം ആ കരയുന്നത് അയ്യോ നശിച്ചു പോയല്ലോ എന്നുള്ള രീതിയിലാകരുതെന്നേ ഉള്ളൂ. അയ്യോ ഇനി എത്ര നാൾ കഴിഞ്ഞാലാ കാണാൻ പറ്റുന്നത് എന്നുള്ള കരച്ചിലില്ലേ? ഇല്ലേ? അങ്ങനെ ഒരു കരച്ചിലില്ലേ? ഇനി നമുക്ക് ഫിസിക്കലി കാണാനോ തൊടാനോ മിണ്ടാനോ വർത്താനം പറയാനോ പറ്റത്തില്ല. ആ റൂമിലോട്ട് ചെല്ലുമ്പോൾ അയാൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രം, അയാൾ ഉപയോഗിച്ചിരുന്ന ടേബിള്, ബുക്സ്, ഇതൊക്കെ കാണുമ്പം അയ്യോ ഇനി ഇയാളെ കാണണമെങ്കിൽ എത്ര നാൾ കാത്തിരിക്കണമെന്ന് തോന്നുന്നില്ലേ? അപ്പോൾ സ്വാഭാവികമായ ദുഃഖം വേദപുസ്തകം അനുവദിക്കുന്നുണ്ട്. വി ക്യാൻ ക്രൈ, പക്ഷെ നിലവിളിക്കരുത്, വിലപിക്കരുത്. ചില ആൾക്കാർ ഭയങ്കര തൻ്റെ അടുത്ത് കടിച്ച് പിടിച്ച് നിൽക്കാം. പക്ഷെ കുറേ ഒരു 5-6 ദിവസം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി കഴിഞ്ഞ് ആ വീട്ടിനോട്ടിരിക്കുമ്പോഴാണ് ഒറ്റപ്പെട്ടിട്ട് നിലവിളിക്കുന്നത്. അത് വലിയ ഡിപ്രഷനിലോട്ടൊക്കെ. അതുകൊണ്ട് കർത്താവ് പുതിയ നിയമത്തിലായാലും ഈ വിലാപം അനുവദിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പിള്ളേരാരെങ്കിലും അമേരിക്കയിലേക്കോ ജർമ്മനിയിലേക്കോ കാനഡയിലോട്ടോ പോവുകയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും. പക്ഷെ കരഞ്ഞു പിടിക്കാതെ ആരും വിടുകയില്ല. കാരണം എന്താ? ഇനി ഇവരെ കാണുന്ന ഏതോ ഒരു കാലത്തായിരിക്കും. അതിനു മുമ്പ് നമ്മൾ ജീവനോടുണ്ടാവുമെന്ന് അറിയാൻ വയ്യ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ മരണത്തെ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കരയുന്നതുകൊണ്ട് യാതൊരു സങ്കടവുമില്ല, വിഷമവുമില്ല, കരഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അയ്യോ എന്നുള്ളൊരു നിലവിളി. ചില ആൾക്കാരിങ്ങനെ അയ്യോ ഇനി എനിക്ക് ആരുണ്ട് എന്ന് അങ്ങനെ ചോദിക്കരുത്. നിങ്ങൾക്ക് അന്നും ഇന്നും കർത്താവ് മാത്രമേ ഉള്ളൂ. അയ്യോ ഞാൻ ഒറ്റയ്ക്കായി പോയേ, എന്നെ തനിച്ച് വിട്ടേ എന്ന് പറയരുത്. ആരെയും തനിച്ച് വിടുന്നില്ല. കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ആകെയുള്ള സങ്കടം ഇയാളെ ഇനി കാണാൻ പറ്റുന്നില്ലോ എന്നുള്ളത് മാത്രമാണ്. അപ്പം നിങ്ങൾ ചോദിക്കായിരിക്കും സ്വർഗത്തിൽ പോയാൽ കാണാൻ പറ്റില്ലേ? സ്വർഗത്തിൽ പോയാൽ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. തിരിച്ചറിയാൻ പറ്റുമോ? പറ്റും, തിരിച്ചറിയാനും പറ്റും. കാരണം മോശ ഏലിയാവിനെയൊക്കെ തേജസ്കരിക്കപ്പെട്ടവരെ കണ്ടപ്പം പത്രോസിന് മനസ്സിലായില്ലേ ഇത് മോശ ഏലിയാവെന്ന്? ഒരിക്കലും കണ്ടിട്ടില്ല, ഫോട്ടോ പോലും കണ്ടിട്ടില്ലേ? ഫോട്ടോ പോലും കാണാതെ അവർക്ക് മനസ്സിലായി ഇത് മോശെ, ഇത് ഏലിയാവും. ഇപ്പം നമ്മൾ സ്വർഗത്തിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ആത്മശരീരം ഉള്ളവരായതുകൊണ്ട് നമുക്ക് എല്ലാവരും മനസ്സിലാവും. ഇത് സ്പർജൻ, ഇത് യോഹന്നാൻ, എല്ലാവരും നമുക്ക് മനസ്സിലാവും. നമ്മുടെ മരിച്ചുപോയ വിശുദ്ധന്മാരെല്ലാം നമുക്ക് മനസ്സിലാവും. അവിടെ വിശുദ്ധന്മാരുടെ വലിയൊരു സംഘത്തിൽ ഇവരെല്ലാം നമുക്ക് കാണാം. മുറിവേറ്റവരും അടികൊണ്ടവരും തല പോയവരും എല്ലാം തേജസ്സോടെ യൗവനത്തോടെ സന്തോഷത്തോടെ ആത്മീക ശരീരങ്ങളുമായി അവിടെ നിൽക്കുന്ന നമുക്ക് കാണാം. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ആരുടെ സ്നേഹം ഉണ്ടാവില്ല. എൻ്റെ ഭാര്യ അവിടെ നിൽക്കുന്നു, മക്കൾ അവിടെ ഇരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യ മക്കൾ, അങ്ങനെ തോന്നില്ല. കാരണം ജഡപ്രകാരം നമ്മൾ ആരെയും അറിയുന്നില്ല. നമ്മളെല്ലാവരും ആത്മപ്രകാരം അറിയുന്നത്. ആത്മപ്രകാരം എല്ലാവരും അറിയുന്നുണ്ട്, പക്ഷെ ജഡപ്രകാരമുള്ള സ്നേഹമില്ല. അപ്പം ജഡപ്രകാരമുള്ള സ്നേഹമില്ലാതെ നമുക്ക് ആത്മപ്രകാരം ഇവരെല്ലാവരെയും കാണാനും സന്തോഷിക്കാനും പറ്റും. സന്തോഷമായോ? അപ്പം നമ്മുടെ മരിച്ചുപോയവരെല്ലാം നമുക്കവിടെ കാണാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരൊന്നും അല്ല അവിടെ ഉണ്ടായിരിക്കുന്നതെന്നുള്ള വേറൊരു കാര്യം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആരെങ്കിലും അവിടെ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ വിചാരിക്കുന്നവരൊന്നല്ല കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് സൂക്ഷിച്ചാൽ അവനവന് കൊള്ളാം. നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണോ ഇരിക്കുന്നത്? നിങ്ങൾ തന്നെ ശോധന ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം.
ഓക്കെ, നമ്മുടെ രക്ഷയും നമ്മുടെ പ്രത്യാശയും നമുക്ക് ഉറപ്പ് വരുത്താം. ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ ചെല്ലുമ്പോൾ അയ്യോ എൻ്റെ ഭർത്താവിനെ കണ്ടില്ലല്ലോ, പക്ഷേ ഭയങ്കര പ്രാർത്ഥനക്കാരനായിരുന്നില്ല, എൻ്റെ ഭാര്യയെ കണ്ടില്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അന്നേരം അങ്ങനെ ആരും ചിന്തിക്കില്ല. അങ്ങനെ കർത്താവിനനുസരിക്കാത്തവരൊക്കെ ഇവിടെ വരാഞ്ഞാൽ നന്നായിന്നേ പറയുള്ളൂ. അങ്ങനെ പറയുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കരുണയൊന്നുമില്ല. ഇവിടെയാണ്, അവിടെ ചെല്ലുമ്പോൾ കരുണയില്ല. അതെങ്ങനെ പറയാം? വെളിപ്പാട് പുസ്തകത്തിൽ ആത്മാക്കളെ നിലവിളിക്കുക, നീ എത്ര നാളാണ് അവരോട് കരുണയും കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്, അവരോട് പ്രതികാരം ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടു നമ്മുടെ സ്ഥിതി അതാണോ സഹോദരങ്ങളെ? നമ്മളോട് ചെന്നിട്ട് നിന്നെ ഉപദ്രവിച്ച ആൾക്കാരെ, ഞങ്ങളുടെ രക്തം ചിന്തിയ അവരോട് നീ എത്ര നാൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും ചോദിക്കുന്നില്ലേ? ന്യായവിധി എന്താ താമസിപ്പിക്കുന്നതെന്ന്. അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? നമ്മൾ നന്നായല്ലേ സ്വർഗത്തിൽ പോയത്? എന്ത് പറയുന്നു? സ്വർഗത്തിൽ പോകുമ്പോഴേക്കും പ്രതികാരം വരുവാണോ നമുക്ക്? ഇത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്നറിയോ? അങ്ങനെ വരും. എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ എല്ലാവരോടും കമ്പാഷൻ കാണിക്കുന്നതിൻ്റെ ഒരു കാരണം നമ്മളും പോക്ക അവരും പോക്കാന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പം നമുക്ക് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ആ ശരീരമാണ്. അപ്പം നമ്മൾ ദൈവം നോക്കുന്ന പോലെ പാപത്തെ നോക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം പാപികളുടെ മേൽ വരുന്ന നമ്മൾ കാണുമ്പോൾ അയ്യോ കർത്താവെ അവരെ രക്ഷിക്കണേന്ന് ഒരുത്തനും പറയൂല. കാരണം എന്താ? അവരുടെ ന്യായവിധി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അത് നടക്കണമെന്നേ തോന്നുള്ളൂ. കാരണം എന്താ? നമുക്ക് ദൈവത്തിൻ്റെ മനസ്സാണ്. കാരണം അനീതിയെ, ശത്രുക്കളെ, ആ പാപത്തോടുള്ള വെറുപ്പ് നമ്മുടെ ഉള്ളിൽ. അപ്പോൾ നമ്മളോട് കർത്താവ് കാണിച്ച കരുണയെക്കുറിച്ച് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നുള്ളൂ. എത്ര പേർക്ക് മനസ്സിലായി ഇതിൻ്റെ ഗുട്ടൻസ് എന്താന്ന്? അതേസമയത്ത് ഇവിടെ നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും കരുണയാൽ നീതിമാന്മാരെന്ന് വിളിക്കപ്പെടുന്നവരാ. നമ്മുടെ കാര്യം ശരിക്കും നമ്മൾ കണ്ണാടി പോയെന്ന് നോക്കിയാൽ നമ്മളെല്ലാം പോക്കാം. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഇന്ന് കണ്ണാടിയിൽ പോയി നോക്കിയിട്ട് ആലോചിച്ച് നോക്കിയേ, ഇതാണ് ചേസ്, എൻ്റെ ഒറിജിനൽ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവ് നമ്മളെ മറച്ചേക്കുന്നതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. നമ്മുടെ അകത്തോടെ പോകുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ അയൽവക്കക്കാരറിഞ്ഞാൽ നമ്മളെ പത്തലെടുത്ത് അടിച്ച് നാട്ടിൽ നിന്ന് ഓടിക്കും. പക്ഷെ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നേ വരെ നമ്മുടെ ഹൃദയത്തിനകത്തുള്ളതൊന്നും കണ്ടുപിടിക്കാനുള്ള മെഷീൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അത് നമ്മുടെ ഹൃദയത്തിൽ കൂടെ പോകുന്ന കാര്യങ്ങളൊക്കെ വേറൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുസ്തകം അവരുടെ കയ്യിലുണ്ടല്ലോ, ഒരു സ്ക്രീൻ അവർക്ക് കിട്ടുവാണെങ്കിൽ നമ്മളെ നാട് കടത്തിയേനെ. നമ്മുടെ വീട്ടിലൊരാൾ വരുമ്പം നമ്മൾ പറയാണ്, അയ്യോ അച്ചായ ഇന്ന് വൈകിട്ട് നിങ്ങളുടെ ആഹാരം കഴിച്ചിട്ട് രാത്രി പോയാൽ മതി. ചുമ്മാ പറയുന്നതെന്ന് ഹൃദയത്തിൽ എപ്പം ബട്ടണിച്ച് നോക്കും, റിയലി കറക്റ്റാണോ? അപ്പോൾ ഒറിജിനൽ ആൾ ഇങ്ങനെ കൊമ്പുമായിട്ട് നിൽക്കുന്നുണ്ട്. ഇറങ്ങി പോടാ, എന്തിനാ വീട്ടിൽ വന്നതെന്ന് ചോദിക്കുന്ന ആ സാധനത്തെ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു മെഷീൻ ആരെങ്കിലും കണ്ടുപിടിക്കും. അത് കണ്ടുപിടിക്കാത്തടത്തോളം കാലം നമ്മൾ മിടുക്കന്മാരായിട്ട് ജീവിക്കും. ആൾക്കാരുടെ മുമ്പിൽ അത്തീരായിട്ട് നമ്മൾ നീതിമാന്മാരായിട്ട് ജീവിക്കും. പക്ഷെ നമ്മൾ ഒറിജിനൽ സ്വഭാവം കണ്ടുപിടിക്കുമ്പം അന്നേരമാണ് മനസ്സിലാകുന്നത്, അയ്യോ പോക്കാണല്ലോ. അപ്പോൾ ശരിക്കുള്ള ആത്മീകർക്ക് അവരെ തന്നെ ശരിക്ക് കാണാൻ പറ്റും. അതാണ് ആത്മീകരുടെ ഒന്നാമത്തെ ലക്ഷണം. മറ്റുള്ളവരെ കാണാൻ പറ്റുന്നവൻ പരീക്ഷനാണ്. അവനവനെ കാണാൻ പറ്റുമ്പോഴാണ് ഞാൻ വെറും പോക്കാണല്ലോ എന്ന് എനിക്ക് മനസ്സിലാകുമ്പോഴാണ് ഞാൻ ശരിക്കും മാനസാന്തരപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് വേറൊരാളെക്കുറിച്ച് ദുഷിക്കാൻ സാധിക്കില്ല. എന്നാൽ നമ്മൾ തേജസ്കരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്, നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ന്യായവിധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആ ന്യായവിധിയുടെ പക്ഷത്തായിരിക്കും. ഓക്കെ ആണോ? ശരിയായോ അത്? ഓക്കെ. അപ്പോൾ മരണത്തെ നമ്മൾ എങ്ങനെ കാണണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒബീറ്ററി പ്രസംഗങ്ങൾ, അതായത് മെമ്മറി പറയുമല്ലോ, നമ്മളിരുന്ന് ഓരോരുത്തരായിട്ട് മെമ്മറി പറയല്ലേ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയത്തില്ലേ, ഇയാൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ടായി. നല്ല കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം ദൈവം അയാളിലൂടെ അനുവദിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഒത്തിരി പേർക്ക് പറയാനുണ്ടാവും. നല്ല ആത്മീക ജീവിതം ജീവിച്ച ആളാണെങ്കിൽ ഒത്തിരി പേർക്ക് നല്ല കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ അങ്ങനെ പറയുന്നത് നല്ല കാര്യമാണ്. അതിൽ നമ്മൾ അവരുടെ ജീവിതത്തെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഇത്രയും നല്ലൊരു ജീവിതം തന്നതിന്, ശുശ്രൂഷ തന്നതിനെല്ലാം കർത്താവിനെ സ്തോത്രം ചെയ്യാം, നന്ദി പറയാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ അമ്മ മരിക്കുന്നൊരു സമയത്ത്, മരിച്ചില്ല കേട്ടോ, ജീവിച്ചു വന്നു. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ എറണാകുളത്താണ്, അവിടെ അടിമാലി അവിടെയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ ഇവിടുന്ന് വണ്ടിയിൽ പാഞ്ഞ് ഞാനും അനിയനോട് ചെന്നു കഴിഞ്ഞപ്പം നേഴ്സ് അകത്ത് കയറിയിട്ട് വെളിയിലിറങ്ങി വന്നിട്ട് പറഞ്ഞു, കാർഡിയാക്ക് അറസ്റ്റാണ്, ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു, ഇനി ഡോക്ടർ വന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും, തീർന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഈ ആശുപത്രിയുടെ കോറിഡോറിൽ ഇങ്ങനെ നടന്നിട്ട് പറഞ്ഞു, കർത്താവെ ഞങ്ങളെ വളർത്താനും പരിപാലിക്കാനും എല്ലാം എൻ്റെ അമ്മയ്ക്ക് കൃപ കൊടുത്തു, ഇപ്പം നീ തിരിച്ചു വിളിച്ചു, ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞു. നീ സങ്കടം ഉണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പം കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, മരിച്ചിട്ടില്ല, ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ തിരിഞ്ഞു നടന്നുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച, കർത്താവെ
നിന്റെ ശബ്ദം ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുന്നു മരിച്ചിട്ടില്ല, തിരിച്ചു. അപ്പം നന്ദി പറഞ്ഞു, ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. തിരിച്ചിറങ്ങി വന്നപ്പോൾ ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ റിസസിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ തേപ്പൂട്ടി പോലത്തെ സാധനം വെച്ചിട്ട് ചെസ്റ്റിനോട്ട് ഇടിച്ച് സ്പാർക്ക് ഷോക്ക് അടിച്ച് ഹാർട്ടിന് സ്പാർക്ക് കൊടുത്തു, തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ വരെ ഒബ്സർവേഷനിലാണ്, പ്രഷർ പിക്കപ്പ് ചെയ്യാനുണ്ട്. ഇപ്പം നൗ ഓക്കെയാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ആ ഹോസ്പിറ്റലിൽ കാർഡിയോളജിസ്റ്റ് ഇല്ലായിരുന്നു, ഒരു സാധാരണ ഡോക്ടർ രണ്ടും കൽപ്പിച്ച് ചെയ്തതാണ്. ആൾ തിരിച്ചു വന്നു. അപ്പം മരണമെന്ന് പറഞ്ഞ് ജീവനെന്ന് പറയുന്നത് തമ്മിൽ അത്രയും വ്യത്യാസമുള്ളൂ. അങ്ങോട്ട് പോയാലും സ്തോത്രം, ഇങ്ങോട്ട് വന്നാലും സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവിനോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ ഞാനങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല. കാരണം വിശ്വാസിയായ ഒരാളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ഹിതമാണ് നടക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ചാലും കുഴപ്പമൊന്നുമില്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ മടക്കി കൊണ്ടുവരാനും പറ്റും. ദുഃഖം ഉണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കർത്താവ് ലാസറിൻ്റെ കല്ലറയുടെ അടുത്ത് ചെന്നപ്പം ഒരു 5 മിനിറ്റിനുള്ളിൽ ലാസർ എഴുന്നേറ്റ് വരുമെന്ന് കർത്താവിനറിയാം. ഇനി എഴുന്നേൽപ്പിക്കേണ്ട കർത്താവ് തന്നെയാണത്, എഴുന്നേൽപ്പിക്കുമെന്നും കർത്താവിനറിയാം. അതല്ലെങ്കിൽ തന്നെ നിത്യജീവനിൽ അവൻ പ്രവേശിക്കുമെന്നും പുനരുത്ഥാനത്തിൽ അവൻ എഴുന്നേക്കുമെന്നും മാർത്ത പറയുന്നുണ്ട്. അപ്പം അവെങ്കിലും ഉറപ്പാണ്. എന്നിട്ടും കർത്താവ് കരഞ്ഞു. എന്തിനു കരഞ്ഞു? കർത്താവ് എന്തിനാ കരഞ്ഞു? അവൻ നമ്മുടെ സങ്കടം കണ്ടിട്ട് കരഞ്ഞു. അപ്പം കരച്ചിലെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഇമോഷൻ്റെ ഭാഗമാണ്. അതിനകത്ത് ഒരു മോശവുമില്ല. അത് ആരുടെയും കൂടെ കരയുന്നവരുടെ കൂടെ കരയാൻ പറ്റുന്നത് സ്നേഹമാണ്. അതിനാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത്. നമ്മളൊരു ദേശത്ത് ചെല്ലുമ്പം അവിടെ സങ്കടത്തിലിരിക്കുന്നവരുടെ കൂടെ സങ്കടപ്പെടുന്നതും ചിരിക്കുന്നവരോട് ചിരിക്കുന്നതുമാണ് എമ്പതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കർത്താവ് ആ എമ്പതി എപ്പോഴും കാണിച്ചു. കർത്താവിൻ്റെ നിയന്ത്രണത്തിലായിരുന്നത്. അവൻ എഴുന്നേൽപ്പിക്കാൻ കഴിയുമായിരുന്നു, എന്നിട്ടും അവൻ കരഞ്ഞു. അതുകൊണ്ട് ആരെങ്കിലും മരിക്കുന്ന സമയത്ത് വാവിട്ട് കരയുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സംശയിക്കരുത് അവരുടെ വിശ്വാസത്തെ. കാരണം അത് സ്നേഹത്തിൽ നിന്ന് വരുന്നതാണ്. ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരൻ പെട്ടെന്ന് മരിച്ചുപോയി. രാവിലെ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് മരിച്ചുപോയി. നല്ല ആരോഗ്യത്തോടെ ഇരുന്ന ആളാണ്. അപ്പോൾ ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് വേദനിച്ചു. ആ വൈഫ് ഒത്തിരി സങ്കടപ്പെട്ടു. ഭയങ്കരമായിട്ട് ബ്രോക്കൺ ആയിരുന്നു. ഒരു 6 മാസമെങ്കിലും കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി പ്രോപ്പർലി നോർമലായത്. ബട്ട് ഭയങ്കര പവർഫുൾ ഫെയ്ത്ത്. അപ്പോഴും ഫെയ്ത്ത് ഉണ്ട് കർത്താവിൻ്റെ അടുത്ത് ചെന്നു. പക്ഷെ ആളില്ലാതെ ജീവിക്കാൻ ഉള്ള ആ ഒരു വിഷമം കാരണം. അപ്പോൾ അങ്ങനെ ഒത്തിരി ഈ കഴിഞ്ഞ ദിവസം ഒരു മരണം ഞാൻ കണ്ടു. ഞങ്ങളുടെ ചർച്ചിലൊരു മരണം മരിച്ചു. ആ ആൻറ്റി പറഞ്ഞു, ഞങ്ങളെ ആ മരിച്ച ഉടനെ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അങ്കിള് പോയി. ഭയങ്കര സങ്കടത്തിലാണ് വിളിച്ചത്. പക്ഷേ പറഞ്ഞു, പ്രത്യാശയാണ് ഏറ്റവും പ്രധാനം. ഞങ്ങളോട് ഇങ്ങോട്ട് പറയുക, കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കാണാം. ഒരു ഭയങ്കര ക്ലോസ് ആയിരുന്നു. പക്ഷേ ആൻറ്റിയെ ഭയങ്കരമായിട്ട് പ്രത്യാശ, ഈ ദുഃഖത്തിൻ്റെ മുകളിൽ പ്രത്യാശയുടെ ആനന്ദം കൊടുത്തായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങളെ വീട്ടിൽ വന്നവരെല്ലാം അത്ഭുതപ്പെട്ടു പോയി. കാരണം ഭയങ്കര സ്നേഹവും വേദനയും കാണാം, ദുഃഖം കാണാം, പക്ഷെ അതിനപ്പുറത്തൊരു പ്രത്യാശയുടെ തേജസ്സും കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അനേകം എക്സ്പീരിയൻസിലൂടെ ഓരോരുത്തരുടെ ഇമോഷണൽ സ്ട്രെങ്ത്, എന്തുമാത്രം സാങ്ക്ടിഫിക്കേഷൻ കൊണ്ട് നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടിയുള്ള ഒരു സങ്കടമാണ് ഈ മരണത്തിൻ്റെ സമയത്ത് ഉണ്ടാകുന്നത്. പ്രത്യാശയില്ലാത്ത മറ്റ് ജനങ്ങളെപ്പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. 1 തെസ്സലോനിക്ക ലേഖനം 4-13 വാക്യം പറയുന്നു, മറ്റ് ജനങ്ങളെപ്പോലെ പ്രത്യാശയില്ലാത്ത, that you may not grieve as others who do not have any hope. ഓക്കെ, പക്ഷേ ദുഃഖിക്കാം, പക്ഷെ മറ്റുള്ളവരെ പോലെ, പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച വാക്യം പോലെ. പിന്നെ ദാവീദിൻ്റെ കഥ അറിയാമല്ലോ. ദാവീദ് ഈ പുതിയ നിയമത്തിലെ വിശ്വാസിയുടെ ഒരു പരിച്ഛേദമാണ് ദാവീദ്. ദാവീദിൻ്റെ മകൻ മരിച്ചപ്പം ദാവീദ് എന്താ ചെയ്തത്? അവൻ നല്ലപോലെ എഴുന്നേറ്റ് കുളിച്ച് സുന്ദരക്കുട്ടപ്പനായിട്ട് വന്നു അല്ലേ. ഞാൻ അവൻ്റെ അടുത്ത് പോയി അവനെ കണ്ടോളാം എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരികയല്ല അവൻ, ഞാൻ അങ്ങോട്ട് പോകേണ്ടി വരും, ഞാൻ അവിടെ പോയി കണ്ടോളാം. ഈസി, സിമ്പിൾ പ്രത്യാശ. ദാവീദിന് എവിടെ നിന്നാണ് പ്രത്യാശ കിട്ടിയത്? ഒരു വാഗ്ദത്തം പോലും എഴുതി കൊടുത്തിട്ടില്ല. പക്ഷേ ഈ പഴയ നിയമ വിശുദ്ധന്മാരുടെ ഉള്ളിൽ ഈ പ്രത്യാശ ദൈവം ഒരു നിഴലായി നൽകിയിരുന്നു. ആ നിഴലിനെ അവർ മുറുകെ പിടിച്ചു. നമുക്ക് പൊരുളിൻ്റെ വെളിപ്പാടുണ്ടായിട്ട് നമുക്കൊന്നും മുറുകെ പിടിക്കാനായിട്ട് പറ്റുന്നുമില്ല. എബ്രഹാം ഒന്നും ഒരിടത്തും ദൈവം എഴുതി കൊടുത്തില്ല, പറഞ്ഞു കൊടുത്തില്ല, നിനക്ക് കൈപ്പണിയായി പണിയുന്ന ഒരു നഗരമുണ്ട്, നീ അത് നോക്കിയാൽ മതി, ടെൻ്റ് അടിച്ചോളാമെന്ന് കർത്താവ് പറഞ്ഞില്ല. പക്ഷേ ഈ ഇത്രയും സന്തതികൾ ഉണ്ടാവുന്ന കേട്ടപ്പോഴേ എബ്രഹാമിന് മനസ്സിലായി, ഇതിവിടം കൊണ്ടൊന്നും നിൽക്കുന്ന പരിപാടിയല്ല, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല, ഇത് ദൈവം തന്നെ പണിതാലേ പറ്റുള്ളൂ. ഞങ്ങൾ 3 കുഞ്ഞുങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങളുടെ ഒരു നയാ പൈസ ഇല്ല. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ അല്ലല്ലോ എടുത്തത്, നീ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തുകൊണ്ട് നടന്നോ, അനാഥ കുഞ്ഞുങ്ങളുണ്ടോ ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളുടെ ഓർഫനേജിലേക്ക് വന്നു പറഞ്ഞ് നടന്നില്ലല്ലോ, ഞാൻ തന്നെയാണ് കൊണ്ട് ഏൽപ്പിച്ചത്. സമാധാനമായി. കർത്താവ് കൊണ്ട് ഏൽപ്പിച്ചതെങ്കിൽ അതിനുള്ള റിസോഴ്സും ആര് കരുതിക്കോളും?
കർത്താവ് കരുതിക്കോളും. ഞങ്ങൾക്ക് പലപ്പോഴും ആഹാരം ഇല്ലാതായി പോകുന്ന വക്കിൽ വന്നിട്ടുണ്ട്. ആഹാരം ഇല്ലാതായി പോയിട്ടില്ല, അതിൻ്റെ വക്കിൽ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല. അതൊരു അത്ഭുതകരമായ പരിപാലനം. അവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ആ സമയത്ത് പൈസ കാണും. അതിപ്പോഴും എപ്പോഴും എന്നും അങ്ങനെയാണ്. അത് ദൈവം ഒരാളെ വിട്ടു കഴിഞ്ഞാൽ ആ സമയത്ത് അതിനുള്ളതെല്ലാം കർത്താവ് കരുതിക്കോളും. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ മരണത്തിൽ അല്ലെങ്കിൽ വിശ്വാസികളുടെ മരണത്തിൽ നമ്മൾ അങ്ങനെയാണ് സംസാരിക്കേണ്ടതും ആശ്വസിക്കേണ്ടതും. ഇനി ഒരു അവിശ്വാസി മരിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ഭയങ്കര ചോദ്യം നമ്മൾ ഈ അവിശ്വാസികളെ മരിക്കുമ്പോൾ നമ്മൾ ചിലപ്പം വിളിക്കും, നമ്മൾ പോയി കാണും, നമുക്കറിയാം അവൻ ശരിപ്പെട്ടവനല്ലായിരുന്നു എന്ന്. പക്ഷെ എന്താ പറയുള്ളൂ നമ്മൾ എന്താ പറയുള്ളൂ? കർത്താവിൽ വിശ്വസിക്കാം, കർത്താവ് എന്തായാലും ചെയ്യും, നമ്മൾ ഉറപ്പിച്ച് പറയല്ല, അറിയാൻ മേല. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും, ഇവരുടെ ജീവിതത്തിലും കുറേ നന്മകളും പ്രയോജനമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, നമുക്കും ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ഓർക്കാം. കാരണം അതെല്ലാം ദൈവം തരുന്ന കോമൺ ബ്ലെസ്സിങ്സ് തന്നെയാണ്. അതായത് ഒരാളെ സഹായിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് കുറച്ച് നന്മ ചെയ്യാൻ പറ്റുന്നത്. ഇതുകൊണ്ട് ഞാൻ രക്ഷപ്പെടില്ലെങ്കിലും ഇതെല്ലാം അതാത് കാലഘട്ടത്തിൽ ദൈവം നമ്മളെ മോൾഡ് ചെയ്യാനും ഇവരെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ശത്രുക്കളെ വരെ ഉപയോഗിച്ചാണ് നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ തരുന്നത്. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിനും അതിൻ്റേതായ അർത്ഥങ്ങളുണ്ട്. അതോർത്ത് ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇവരുടെ ജീവിതം ഇങ്ങനെ പ്രയോജനപ്പെട്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. അതല്ലാതെ സ്വർഗത്തിൽ പോകുന്നുള്ളൊരു പ്രത്യാശ അവരിനോട് അറ്റാച്ച് ചെയ്യാൻ സാധിക്കുകയില്ല. ഓക്കെ, ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള വിഷയം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് വരാം. ഞാൻ വളരെ വേഗമാണ് പോയത്. ഓക്കെ, സാധാരണഗതിയിൽ പെന്തക്കോസ്തുകാരെല്ലാം ഞാൻ ഉൾപ്പെടെ വിചാരിച്ചുകൊണ്ടിരുന്നത് മരിക്കുന്ന സമയത്ത് നമ്മൾ അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമെന്നും ഒരു താൽക്കാലിക പർദീസയിലിരിക്കുമെന്നും പിന്നെ കർത്താവ് തേജസ്സിൽ വരുമ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കർത്താവിൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് പോകുന്നതാണ് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അതിൻ്റെ കാരണം, ഈ ധനവാന്റെ ലാസറിൻ്റെ എബ്രഹാമിൻ്റെ മടിയുടെ കാര്യം പറയുമ്പോൾ കർത്താവ് പുനരുത്ഥാനം പ്രാപിച്ചിട്ടില്ല. അതിന് മുൻപാണ് ഈ സ്ഥലം ഉണ്ടായിരുന്നത്. അതായത് വിശുദ്ധന്മാരുടെ ആത്മാക്കൾ വിശ്രമിച്ചിരുന്ന ഒരു വിശ്രമ സ്ഥലം ഉണ്ടായിരുന്നത് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് മുൻപാണ്, ശേഷമല്ല. ഓക്കെ, അന്ന് കാലത്ത് ആർക്കും പുനരുത്ഥാനം പ്രാപിക്കാനോ കർത്താവിൻ്റെ അടുത്തേക്ക് പോകാനോ സാധിക്കുമായിരുന്നില്ല. വിശുദ്ധന്മാരെല്ലാം റെസ്റ്റ് ചെയ്യുമായിരുന്നു. എന്ത് കാത്ത് റെസ്റ്റ് ചെയ്യുമായിരുന്നു? അവരേത് നിഴലിനെയാണോ അനുഗമിച്ചിരുന്നത് ആ പൊരുൾ വെളിപ്പെട്ട് വരാൻ വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. അവരെവിടാ കാത്തിരുന്നത്? പറുദീസയിൽ. ആ പറുദീസയിലേക്കാണ് കർത്താവ് മരിച്ച ഉടനെ കർത്താവ് ഈ കള്ളൻ, മാനസാന്തരപ്പെട്ട കള്ളനുമായിട്ട് ഇറങ്ങിച്ചെന്നത്. എങ്ങോട്ടാണ്? ഈ വിശുദ്ധന്മാർ താമസിച്ചിരുന്ന വിശ്രമ സ്ഥലമായ പറുദീസയിലേക്കാണ്. അവിടെ ഇറങ്ങിച്ചെന്നതേ എന്ത് സംഭവിച്ചു? അവർ ആ പൊരുളിനെ തിരിച്ചറിഞ്ഞതോടുകൂടി ആ കല്ലറകൾ തുറക്കപ്പെടുകയും സിംബോളിക്കായിട്ട് ചിലർ പുനരുത്ഥാനം പ്രാപിച്ചു, അതായത് ജീവൻ പ്രാപിക്കുകയും, ഓക്കെ, യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്ത ശേഷം അവരും വെളിയിൽ വരികയും ചെയ്തു. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലം, എബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്ന പറുദീസ, കർത്താവ് എന്ത് ചെയ്തു? അവൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായപ്പോൾ അത് ക്ലോസ് ആയി. ഇവരെല്ലാവരും കർത്താവിൻ്റെ അടുത്തേക്ക് ഉയരത്തിലേക്ക് അവരെ ബദ്ധന്മാരെല്ലാം പിടിച്ചു കൊണ്ടുപോയി അവൻ അവർക്ക് പ്രതിഫലങ്ങളെ നൽകി. അപ്പോൾ ശരിക്കും ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരാൾ മരിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ചില വാക്യങ്ങൾ വായിച്ചു നോക്കാം. കത്തോലിക്കർ പറയുന്ന ബസ്പുർഖാനയിലേക്ക് പോകുന്ന, അതായത് താൽക്കാലിക ശുദ്ധീകരണ സ്ഥലത്തിലേക്ക്. നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണ് സംഭവിക്കുന്നത്. നമ്മുടെ ശാരീരിക ജീവൻ അസ്തമിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മരണം എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ വേർപാടിനാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിയേ. 2 കൊരിന്ത്യർ ലേഖനം 5:8. 2 കൊരിന്ത്യർ ലേഖനം 5:8 വായിച്ചു. ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ശരീരം വിട്ട് എബ്രഹാമിൻ്റെ മടിയിലേക്ക് പോകാൻ അധികം ഇഷ്ടപ്പെടുന്നതാണോ? ആണോ അല്ലയോ? കാരണം കർത്താവ് നമ്മളെ ഒരിക്കലും വേർപിരിയുന്നില്ല. അത് കർത്താവ് എവിടെയാണോ അവിടെ ആയിരിക്കും നമ്മളുള്ളത്. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടതോടുകൂടി നമ്മുടെ ആത്മാവ് കർത്താവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബന്ധം ആർക്കും തകർക്കാൻ പറ്റാത്ത ബന്ധമാണ്. സ്വർഗാരോഹണം കർത്താവ് ചെയ്തു കഴിയുമ്പോൾ അതിനർത്ഥം എന്താണ്? കർത്താവ് എവിടെയാണോ അങ്ങോട്ടാണ് നമ്മുടെ ആത്മാക്കൾ പോകുന്നത്. ശരീരം പോകുന്നില്ല, ശരീരം പിന്നെ പോകുള്ളൂ. ഓക്കെ, ഈ ആത്മാക്കൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നു. അടുത്ത വാക്യം നമുക്ക് നോക്കാം. 1-2 വാക്യങ്ങൾ അങ്ങനെയുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 5:8. ഓക്കെ, പറയുന്നൊരു കാര്യമാണ്, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിൽ ഇരിക്കും. അതിനുശേഷമാണ് കർത്താവ് എന്ത് ചെയ്തത്? പുനരുത്ഥാനം ചെയ്തത്. ഓക്കെ,
എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമാവുന്നു. എന്തുകൊണ്ടാണ്? ഞാൻ കർത്താവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ പുനരുത്ഥാനത്തിന് വേണ്ടി നമ്മൾ അപ്പോഴും കാത്തിരിക്കുക. എന്തിനാണ് കാത്തിരിക്കുന്നത്? നമ്മൾ കർത്താവിൻ്റെ അടുത്താണ് ഇപ്പോഴെങ്കിൽ, മരിച്ചു കഴിഞ്ഞ് ഉടനെ കർത്താവിൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ഈ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ, സത്യമാണോ? അത് പുനരുത്ഥാനത്തിന് മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ചല്ലേ പറയുന്നത്? നമ്മൾ മരിച്ചാൽ നമ്മൾ നേരെ കർത്താവിൻ്റെ അടുത്തേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും? കർത്താവിൻ്റെ അടുത്ത് ഇപ്പോൾ വിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം അറിയാൻ പറ്റും? ഗോഡ് ഈസ് ഗിവിങ് അസ് റെസ്റ്റ് വിത്ത് ഹിം. അവൻ്റെ കൂടെ നമ്മളുണ്ട്, വിശ്രമിക്കുകയാണ്. നമുക്ക് ഒത്തിരി പരിമിതികളുണ്ട്. പരിമിതികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരമില്ല, ശരീരം തിരസ്കരിക്കപ്പെട്ടിട്ടില്ല, ശരീരം മണ്ണിൽ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ആകെ അറിയാവുന്ന എന്താണെന്നറിയോ? കർത്താവിൻ്റെ കൂടെയുള്ള ഒരു ആനന്ദം, അത് മാത്രമേ അറിയത്തുള്ളൂ. അതായത് ആത്മാവിൽ നമ്മൾ ദൈവത്തെ മാത്രം അറിയുന്ന ഒരു സ്റ്റേജാണ് ഈ പുനരുത്ഥാനം കഴിഞ്ഞുള്ള സ്റ്റേജ് എന്ന് പറയുന്നത്, ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ്. ഐ ആം റെസ്റ്റിംഗ് വിത്ത് ദ ലോർഡ്, നോ ബോഡി. അതുകൊണ്ട് എനിക്ക് ഈ ബോഡിയിൽ നിന്ന് വരുന്ന ഒന്നുമില്ല, കണ്ണില്ല, കണ്ണ് ആത്മീയ കണ്ണുണ്ട്, ആത്മീക ചെവിയുണ്ട്. അപ്പം ആത്മാവിൽ മാത്രം സെൻസ് ചെയ്യാൻ പറ്റുന്ന ഞാൻ, പൗലോസ് പറയാണ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്നത്, ആ വീട്ടിലായിരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിയപ്പെടുന്നു. ഇനി എന്താ സംഭവിക്കുന്നത്? അപ്പം ഒരു യൂണിറ്റ്, ഈ യൂണിറ്റ് കർത്താവിൻ്റെ അടുത്തേക്ക് പോയി, കർത്താവിൻ്റെ അടുത്ത് വിശ്രമിക്കുന്നു, കർത്താവിൽ നിദ്ര പ്രാപിച്ചു, അല്ലേ? കർത്താവിൻ്റെ അടുത്തേക്ക് പോയി, സ്വർഗീയ ഭവനത്തിലേക്ക് പോയി, ബെയൂല നാട്ടിലേക്ക് പോയി, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയുന്നത്, അല്ലേ? കർത്താവിൻ്റെ അടുത്തേക്ക് ചേർക്കപ്പെട്ടു, നിത്യകൂടാരത്തിൽ പോയി, നമ്മുടെ ഭവനത്തിലേക്ക് പോയി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ആത്മീക അനുഭവങ്ങൾ മതിയാകുന്നില്ല. കാരണം നമുക്ക് ഒരു കാര്യം വെയിറ്റിംഗ്. എന്താ വെയിറ്റിംഗ്? നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എപ്പോഴാണ് വരുന്നത്? നമ്മുടെ ജീവനായ ക്രിസ്തുവിൽ നമ്മൾ മറിഞ്ഞിരിക്കുന്നു, അവൻ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ, അതായത് അവൻ നമുക്ക് തരുന്ന മഹത്വത്തോടെ അവൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരങ്ങൾ പുനരുത്ഥാനം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്വർഗീയ ശരീരം നമുക്ക് ലഭിക്കും. ആ പ്രാണനും ആത്മാവിനും, വീണ്ടെടുക്കപ്പെട്ട ആത്മാവിനും പ്രാണനും ഫിറ്റായ, പാപ സ്വഭാവമില്ലാത്ത, പാപത്തിൻ്റെ പ്രസൻസ് ഇല്ലാത്ത, കർത്താവിൽ ആനന്ദിക്കാൻ പറ്റുന്ന, കർത്താവിൻ്റെ ഇഷ്ടത്തിനൊത്ത് മൂവ് ചെയ്യാൻ പറ്റുന്ന, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ആത്മീക ശരീരം നമുക്ക് ലഭിക്കും. ഈ പുനരുത്ഥാനത്തിന് വേണ്ടിയാണ് നമ്മൾ ഞരങ്ങിക്കൊണ്ട് ഇപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുമ്പോഴും ഞരക്കത്തോടെ കാത്തിരിക്കുന്നത്. ഈ പുനരുത്ഥാനത്തിന് വേണ്ടിയാണ്. അപ്പൊ പുനരുത്ഥാനത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിന്നെയും ആ ഹോൾ ബീയിങ് ആയിട്ട് മാറുന്നത്. ഏതാ? ആദ്യം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ ജീവനുള്ള ഒരു ദേഹിയായി തീർന്നു, ആ ശരീരത്തിൽ ഊതപ്പെട്ടു, അവിടെ പാപത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലായിരുന്നു. അതുപോലെ അപ്പോൾ ആദമിന് പാപം ചെയ്യാൻ വേണമെങ്കിൽ പറ്റുമായിരുന്നു, എന്നാൽ നമ്മൾ ആത്മീക ശരീരമുള്ളവരായതുകൊണ്ട് നമുക്ക് ഇനി പാപം ചെയ്യാൻ കഴിയാത്തതുപോലെ എന്നേക്കുമായി നമ്മൾ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ രക്ഷ പ്രാപിക്കുകയും ഈ പ്രലോഭനമാകുന്ന സാത്താനെ കർത്താവ് പൂട്ടിയിടുകയും ചെയ്തു, നമുക്ക് നിത്യമായ ജീവനിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മനുഷ്യരുടെ പുനരുത്ഥാനം എന്ന് പറയുന്നത് തേജസ് രക്ഷയുടെ 3 തലങ്ങൾ. ഒന്ന് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ, മറ്റൊന്ന് ദേഹിയുടെ രക്ഷ. അത് രണ്ടും പൂർത്തിയാകുമ്പോഴാണ് നമ്മൾ മരിക്കുന്നത്. ദേഹത്തിൻ്റെ രക്ഷയ്ക്കായി നമ്മൾ കാത്തിരിക്കുന്നു. അത് കാഹളനാദം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരങ്ങൾ തേജസ്കരിക്കപ്പെട്ട് ഈ ശരീരവുമായിട്ട് എവിടെ മണ്ണിൽ നിന്നാണെങ്കിൽ മണ്ണിൽ നിന്ന്, കത്തിപ്പോയതാണെങ്കിൽ കത്തിപ്പോയത്, വെള്ളത്തിലാണെങ്കിൽ വെള്ളത്തിൽ, അവിടെ നിന്ന് എല്ലാ മൂലപദാർത്ഥങ്ങൾ ഒന്നും കൂടെ സംയോജിച്ച് ആത്മീക ശരീരമായിട്ട് ഞാൻ എഴുന്നേക്കും. ഒരുപക്ഷെ എൻ്റെ കൈ ഒരുത്തൻ മുറിച്ച് എവിടെ കോട്ടയത്തും, തല മുറിച്ച് കൊല്ലത്തും, അങ്ങനെയൊക്കെ ആകാം. നമ്മൾ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. പലയിടത്ത് എതിർ കാണും. പക്ഷേ കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഓരോ അംശങ്ങളും മണ്ണിനോട് മണ്ണ് ചേർന്നത് ആ മണ്ണിൽ നിന്ന് തിരിച്ചു വന്ന് ആത്മീക ശരീരമായി രൂപാന്തരം പ്രാപിച്ച് നമ്മൾ പൂർണ്ണമായും രക്ഷിക്കപ്പെട്ടവരായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകും. ഇതാണ് നമ്മുടെ വേദപുസ്തകം നമുക്ക് തരുന്ന പ്രത്യാശ. അല്ലാതെ ചിലർ പറയാറുണ്ട്, ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പിന്നെ അടുത്ത സെഷനിൽ കൂടുതൽ പറയാം, നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അതിനുള്ള ഒരു 5-10 മിനിറ്റോളം സംശയങ്ങൾ ചോദിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ചില ആൾക്കാർ പറയുന്നത് ഈ നിദ്ര പ്രാപിച്ചു എന്നുള്ള വാക്കുകൊണ്ട് ചിലർ ഉദ്ദേശിക്കുന്ന സോൾ സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങിക്കിടക്കുക, ഒന്നും അറിയുന്നില്ല എന്ന്. അത് ആകെ ലോകത്ത് ഒരു സഭ മാത്രമേ ആ ദുരുപദേശം പറയുന്നുള്ളൂ. അത് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാരാണ് സോൾ സ്ലീപ്പിംഗ് എന്ന് പറയുന്നൊരു ഡോക്ടറിന് ഉണ്ടാക്കിയത്. തികച്ചും തെറ്റാണ്. നമ്മുടെ ആത്മാവിലുള്ളവർ ഉറങ്ങുകയല്ല ചെയ്യുന്നത്, ആത്മാവിലുള്ളവർ വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഈ ശരീരത്തിൻ്റെ ജീവനെ നോക്കുമ്പോഴാണ് നമുക്ക് ഉറങ്ങിയതായിട്ട് തോന്നുന്നത്. അതിനോടാണ് നമ്മൾ കർത്താവിൽ നിദ്ര പ്രാപിച്ചെന്നൊക്കെ പറയുന്നത്. ശരിക്കും നമ്മൾ ആത്മീക ജീവികളായതുകൊണ്ട് ആത്മാവിൽ ഒരാനന്ദം, ആ ആനന്ദത്തിൽ കർത്താവിന് കൂടെ വിശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നതാണ് വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നത്. അതിനുള്ള കൂടുതൽ വാക്യങ്ങൾ നമ്മൾ പിന്നീട് പരിശോധിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.